ഞാൻ ഫിസിക്സിൻ്റെ ടീച്ചറാണ്. ഇഫ് ഐ ഇൻട്രൊഡ്യൂസ് മിസെൽഫ്, എൻ്റെ പേര് അംശുലാൽ എന്നാണ്. ഇറ്റ്സ് മൈ നെയിം. ലാസ്റ്റ് 22-23 years എക്സ്ക്ലൂസീവ്ലി മെഡിക്കൽ എഞ്ചിനീയറിംഗ് എൻട്രൻസ് ട്രെയിനിങ്ങിലാണ്. ഡെഫിനറ്റ്ലി എന്താ പറയുക, ഒരുപാട് വലിയ മിടുക്കന്മാരെ പഠിപ്പിക്കാനുള്ള ഒരു അവസരം ഉണ്ടായിട്ടുണ്ട് ത്രൂ ഔട്ട് ദി ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ കൺട്രി or exclusively in Kerala. But it's first time that I'm giving lectures for a exclusive ISER batch. Like 1 year before, when I meet Amit and his vision about making a true science class, ഞാൻ ആദ്യം വിചാരിച്ചവന് വട്ടാന്നാണ്. But he made it happen. And I congratulate him. Maybe ഇതുപോലത്തെ ഒരു ക്ലാസ്സിൽ പഠിപ്പിക്കുന്നു ആദ്യമായിട്ടാണ്. എൻ്റെ ഏറ്റവും വലിയ ബ്യൂട്ടി, ഇറ്റ്സ് ഓൺലി few number students, so that we can have more personal interaction. And second thing, the class is not a simple classroom where lectures are only like happening. The class will be in search of true science. ഏതൊക്കെ വഴികളിലൂടെ സയൻസ് നമുക്ക് കൂടുതൽ ഹൃദ്യമാക്കാൻ കഴിയൂ, ഇൻട്രസ്റ്റിംഗ് ആക്കാൻ കഴിയൂ, വിൽ ബി വാക്കിംഗ് ത്രൂ ഓൾ ദോസ് പാത്സ്. വെദർ ഇറ്റ് ഈസ് ഡെമോൺസ്ട്രേഷൻ, whether it is some visual ideas being present, whether there is one film show, whatever it be, we will go through all those possibilities area, we can move. And our main objective will be like learn to open our eye towards science. And ശാസ്ത്രം പഠിക്കാനുള്ള ഒരു കണ്ണ് വളർത്താനുള്ള ഒരു ശ്രമമാണ്. And it's not merely qualifying an entrance exam. It's not a coaching center actually. ഇപ്പം അമിത് എന്ന് പറയുന്നൊരു ടീച്ചർ നിങ്ങളോട് സംസാരിച്ചപ്പോൾ അവൻ പറഞ്ഞത് അവൻ്റെ സ്വപ്നത്തിൽ ഞാൻ മനസ്സിലാക്കിയത് ഇറ്റ്സ് നോട്ട് മിയർലി അബൌട്ട് സ്റ്റാർട്ടിങ് എൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ആൻഡ് കോച്ചിങ് സ്റ്റുഡൻസ്. ഇറ്റ്സ് അബൌട്ട് ഡെവലപ്പിംഗ് എ കൾച്ചർ ഓഫ് ലേണിംഗ് സയൻസ് ആൻഡ് ഹെൽപ്പിംഗ് ദ സ്റ്റുഡൻസ് ടു ലേൺ സയൻസ്. അപ്പം നിങ്ങൾ ക്ലാസ്സിൽ ഇരിക്കുന്നതും അങ്ങനെയാവണം. ഒരുപാട് MCQs ചെയ്ത് പരീക്ഷ ക്രാക്ക് ചെയ്യുക എന്നുള്ളതൊന്നല്ല. അത് നടന്നോളും. ദാറ്റ് വിൽ ഹാപ്പൻ ബൈ ഇറ്റ് സെൽഫ്. ഫുട്ബോളിന് ഇഷ്ടപ്പെട്ട ഗോൾ അടിച്ചോളൂ അല്ലേ? നമ്മൾ ഗോൾ അടിക്കാൻ വേണ്ടിയാണോ കളിക്കണ്ടേ? അല്ല, ഗോൾ അടിക്കാൻ വേണ്ടിയല്ല കളിക്കണ്ടേ. ഫുട്ബോളിന് ഇഷ്ടപ്പെട്ട് കളിച്ചാൽ ഫുട്ബോളിലെ ഒരു പാർട്ട് മാത്രമാണെന്ത്? ഗോൾ അടിക്കുക. ഞാൻ ഗോൾ അടിക്കുന്ന ആളാണെന്ന് പറഞ്ഞൊരുത്തൻ പോസ്റ്റിൻ്റെ നടുവിൽ കുത്തി കൂട്ടി നിന്ന ഓഫ്സൈഡ് ആവുകയുള്ളൂ, ഗോളാവില്ല. അപ്പോൾ അയാൾ ഫുട്ബോൾ എൻജോയ് ചെയ്യുമ്പോൾ അതിലെ പാർട്ടാണ് ഗോളടി. അതുപോലെ എൻട്രൻസ് പരീക്ഷ പാസ്സാവുക, കോളേജിൽ അഡ്മിഷൻ കിട്ടുക എന്നൊക്കെ പറയുന്നത് ഇറ്റ്സ് ഓൺലി എ പാർട്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനം ലേൺ സയൻസ് എന്നുള്ളതാണ്. അപ്പം നമ്മളിവിടെ ചെയ്യേണ്ടത് ലേണിംഗ് സയൻസ് ആണ്, നോട്ട് അബൌട്ട് ക്വാളിഫയിങ് എക്സാം. അത് സംഭവിച്ചോളൂ, ദാറ്റ് വിൽ ഹാപ്പൻ. ഒരു സംശയം വേണ്ടത് സംഭവിച്ചോളൂ. സത്യത്തിൽ അങ്ങനെയുള്ള കുട്ടികളെ കണ്ടുപിടിക്കുന്ന പരീക്ഷയുമാണെന്ത്? ഐസർ. വെറും മിയർ റീഡേഴ്സിനെയോ ലേണേഴ്സിനെയോ സെർച്ച് ചെയ്യുന്ന എക്സാം അല്ല അത്. ട്രൂ സീക്കേഴ്സ്, നോളജ് സീക്കേഴ്സിനെ വെൽക്കം ചെയ്യുന്ന എക്സാമാണ്. അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡുമായിട്ട് ഐസർ പോയിട്ടേ കാര്യമുള്ളൂ. കാര്യങ്ങൾ അവിടെ പോയിട്ട് നിങ്ങളെ ഒരു പ്രൊഫഷൻ അല്ല പഠിപ്പിക്കുന്നത്. അവിടെ പോയിട്ട് നിങ്ങൾ പഠിക്കുന്നത് പ്യുവർ സയൻസ് ആണ്. വേർ യു ഹാവ് ടു ഡെവലപ്പ് യുവർ ഓൺ പാഷൻ ടുവേർഡ്സ് പ്രൊഫഷൻ. അവിടെ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുകയാണ് അതിൻ്റെ പ്രൊഫഷണലിസം. നിങ്ങളവിടെ പഠിപ്പിക്കുന്ന പ്യുവർ സയൻസ് ആണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ ഐസറിൻ്റെ സ്ഥലത്ത് പഠിപ്പിക്കാൻ പോകാമെന്ന് പറഞ്ഞപ്പോൾ അടുത്തൊരു രക്ഷിതാവിനോട് ചോദിച്ചു, ഇപ്പോൾ ലൈക്ക് ഐസർ പോയിട്ട് എന്താ ജോലി കിട്ടുമോ?
ഞാൻ പറഞ്ഞ ഐസർ പോയി ഒരാളുണ്ടായ അയാൾ ജോലിക്ക് പോവല്ല ചെയ്യുക, അയാൾ ഒരുപാട് ആൾക്കാർക്ക് ജോലി ഉണ്ടാക്കും. he will be an inventor of something where he will be creating jobs. അതൊരു ക്രിയേറ്റിംഗ് ജോബ്സ് നോട്ട് ഇൻ ദ സെൻസ് ഓഫ് ഒരു ബിസിനസ് എന്റർപ്രണർ അല്ല. ഹീസ് പ്രൊഡ്യൂസിങ് ടെക്നോളജീസ്, ഹീസ് ഗിവിംഗ് ഡയറക്ഷൻ ടു ദ ന്യൂ സയൻസ്. സോ നമ്മുടെ ലൈഫിലെ ഒരു ആറ്റിറ്റ്യൂഡിൽ മാറ്റം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് നേടാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന, നമ്മൾ ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരു സ്പിരിറ്റിലേക്ക് നിങ്ങൾക്ക് വളരാൻ കഴിയണമെങ്കിൽ വെറുതെ ഒരു കോച്ചിങ്ങിന് വന്ന ആൾക്കാർക്ക് വളരാൻ കഴിയില്ല. നമ്മൾ അതുമല്ല ഉദ്ദേശിക്കുന്നത്. ആക്ച്വലി വി നീഡ് എ ട്രൂ ലേണിംഗ് സെന്റർ. ഒരു സയന്റിഫിക് ടെമ്പർ എന്ന വാക്ക് ഇടുന്നു. സയന്റിഫിക് ടെമ്പർ. ആരാണ് ശരിക്കും ഒരു സയൻസ് സ്റ്റുഡൻറ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ശരിയായ സയൻസ് സ്റ്റുഡൻറ് എന്ന് പറഞ്ഞാൽ ഹി ഹു ഡോണ്ട് ബിലീവ് എനിത്തിങ്, എല്ലാത്തിനെയും സംശയത്തോടെ നോക്കി കാണുന്ന ഒരാളാണ്. ആൻഡ് ഹി ഹു നോ ദർ ഇസ് നോ അൾട്ടിമേറ്റ് ട്രൂത്ത്, ഏറ്റവും അവസാനത്തെ ഒരു ശരിയില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാൾ. അപ്പൊ അങ്ങനെയുള്ള ഒരാളുടെ പ്രത്യേകത എന്താ? ഹി ഓൾവേസ് മൂവ് ഇൻ സെർച്ച് ഓഫ് ട്രൂത്ത്. എപ്പം വരെ? മരിക്കുന്നവരെ. മരിക്കാൻ നോക്കുമ്പോൾ അയാൾക്കറിയാം അടുത്ത എനിക്ക് ശേഷം വരുന്ന ഒരാളും ഇതേപോലെ തന്നെ സത്യത്തെയും തേടി പോവും. അപ്പോൾ ശരിക്കൊരു ക്രേസി ഹ്യൂമൻ ബീയിങ്ങിന് മാത്രമേ എന്താകാൻ കഴിയുള്ളൂ? ഒരു ട്രൂ സയൻസ് പേഴ്സൺ ആകാൻ കഴിയും. കുറച്ചൊരു പ്രാന്ത് വേണം. ലൈക്ക് കുറച്ചൊരു പ്രാന്ത് വേണം, എന്നാലേ ഒരു സയൻസ് പേഴ്സൺ ആകാൻ കഴിയുള്ളൂ. അയാളിലൊരു ഒരു എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ളൊരു എലമെന്റ് ഉണ്ടാവണം, എന്നാലേ അയാൾക്ക് ഒരു സയൻസ് സ്റ്റുഡൻ്റ് ആകാൻ പറ്റുള്ളൂ. രാവിലെ എഴുന്നേറ്റ് ജോലിക്ക് പോയി സമ്പാദ്യം ഉണ്ടാക്കി ഭക്ഷണം കഴിച്ച് സുഖമായി കിടന്നുറങ്ങി ഭയങ്കര കംഫർട്ടബിൾ ലൈഫ് സ്റ്റൈൽ ആഗ്രഹിക്കുന്ന ഒരാളല്ല ഒരു സയൻറ്റിസ്റ്റ്. ആളെപ്പോഴും ഡിസ്റ്റർബ്ഡാണ്. ഇപ്പൊ നിർത്തിപ്പോകാൻ തോന്നുന്നുണ്ടോ? വേണ്ട, ഞാൻ ആ പ്രാന്തിലേക്കില്ല. ശരിക്കും അങ്ങനെയുള്ള ആൾക്കാരങ്ങൾ കാണുമ്പോൾ അങ്ങ് മനസ്സിലാവും. ഇപ്പം ഞാനൊക്കെ നമ്മുടെയൊക്കെ കാലത്ത് നമ്മുടെയൊക്കെ കൂടെ പഠിച്ചവരിലും നമ്മൾ പഠിപ്പിച്ചവരിലും ഒക്കെയുള്ള ആളുകളുണ്ട് ഇപ്പം. അതിൻ്റെ അർത്ഥം ഒരിങ്ങനെ പ്രാന്തനെ പോലെ ഇങ്ങനെ മുടിയൊന്നും അങ്ങനെയൊന്നല്ല കേട്ടാ. ബട്ട് അവരെപ്പോഴും ഒരു there will be something which is always disturbing them. അത് ഭയങ്കര രസമുള്ള കാര്യമാണ്. ഒരു പസിൽസ് ഇങ്ങനെ സോൾവ് ചെയ്യുക എല്ലായ്പ്പോഴും. എപ്പോഴും നമുക്കൊന്ന് സോൾവ് ചെയ്യാനുണ്ട് എന്ന് പറയുന്നത് ഭയങ്കര രസമുള്ള, അങ്ങനെയുള്ള ആൾക്കാർക്ക് കിട്ടോ. അതർവൈസ് കാര്യമില്ല. ശമ്പളം കിട്ടി ഇപ്പം ലൈക്ക് ഒരാൾ പറയാണ് എനിക്ക് വലിയ സയൻറ്റിസ്റ്റ് ആണ്, 5 ലക്ഷം രൂപ ശമ്പളം ഉണ്ടാവും, അല്ലെങ്കിൽ 10 ലക്ഷം രൂപ ശമ്പളം ഉണ്ടാവും, എന്നിട്ട് ഞാൻ വലിയ കാറൊക്കെ മേടിച്ച് ഇങ്ങനെ നടക്കും. അയാൾ സയൻറ്റിസ്റ്റും ആവില്ല, കാറും ആവില്ല. മനസ്സിലായി? അയാളതായിത്തീരില്ല. അപ്പോൾ ഒരു സയൻറ്റിസ്റ്റ് ആവുന്നതിൻ്റെ ഉദ്യമം എന്തല്ല, ജോലിയല്ല. പക്ഷെ ആൾക്ക് ജോലിയും ഉണ്ടാവും, ശമ്പളവും കിട്ടും, ഒക്കെ ഉണ്ടാവും അയാൾക്ക്. ഇപ്പം എൻ്റെ തന്നെ റിലേറ്റീവ് ആയിട്ടുള്ളൊരു ആളുണ്ട്. ആള് പ്രൈം മിനിസ്റ്ററിൻ്റെ, വാജ്പേയി പ്രൈം മിനിസ്റ്റർ ആയിരുന്ന കാലത്ത് സയൻറ്റിഫിക് അഡ്വൈസർ ആയിരുന്നു. ഹി വാസ് ആക്ച്വലി ടീച്ചർ ഫ്രം IIT ചെന്നൈ. സദാനന്ദ ഞങ്ങളുടെ കുടുംബത്തിലുള്ള ആളുടെ ഭാര്യയ്ക്ക് നല്ല സുഖം. ഇയാൾക്ക് എത്ര ശമ്പളം കിട്ടുന്നതെന്ന് മൂപ്പർക്കെന്ന് അറിയില്ല. ബാങ്കിൽ ഇങ്ങനെ പൈസ വരും, മൂപ്പത്തിയാണ് എല്ലാം ഡീൽ ചെയ്യുക. എപ്പോഴെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ വാങ്ങാൻ, 2 പുസ്തകം വാങ്ങാനൊക്കെ ശോഭേച്ചിനോട് പൈസ ചോദിക്കും, അത് എടുത്തു കൊടുക്കും. വേറെ മൂപ്പരെ പ്രത്യേകിച്ച് ആവശ്യമൊന്നുമില്ല. സോ ഹി ഈസ് നോട്ട് വർക്കിംഗ് ഫോർ മണി. പ്രധാനമന്ത്രിൻ്റെ സയൻറ്റിഫിക് അഡ്വൈസർ ആയപ്പോൾ അയാളിങ്ങനെ ആൾക്കാർ നമ്മുടെ നാട്ടിലൊക്കെ വരുമ്പോൾ ഇങ്ങനെ ഓരോ ആൾക്കാർ പ്രധാനമന്ത്രിനെ കുറിച്ച് ഇങ്ങനെ ചോദിക്കും. സാധാരണ ഇവർക്ക് എന്താ ഭ്രാന്താണ്, അയാളൊരു മനുഷ്യനല്ലേ, അയാളെ കുറിച്ച് ഇപ്പം എന്താ ഫോർ ഹിം ഹീസ് ഓൺ എ ഹ്യൂമൻ ബീയിങ് ലൈക്ക് ഹിം. അയാൾ പ്രധാനമന്ത്രിയാണെന്ന് ബിക്കോസ് ഹിസ് ആറ്റിറ്റ്യൂഡ് ഈസ് നോട്ട് വിത്ത് പേഴ്സൺസ്. അങ്ങനെയല്ല, ആള് വേറെ മനുഷ്യനാണത്. അത് എന്താ എനിക്ക് പറഞ്ഞുതരാൻ അറിയില്ല. ആ ഒരു സാധനം അതൊക്കെ ഒരു എന്താ പറയുക, ഒരു പ്രാന്തന്മാർക്കേ പറ്റുള്ളൂ. ആ പ്രാന്ത് നമുക്ക് വേണം. സയൻസ് ലേണിങ്ങിന് ആ പ്രാന്ത് നിർബന്ധമാണ്. ഏറ്റവും ആദ്യമായിട്ട് ലൈക്ക് വൈ, ഹൗ നമ്മളെപ്പോഴും ചോദിച്ചുകൊണ്ടേയിരിക്കണം. ആൻഡ് നെവർ ബി സാറ്റിസ്ഫൈഡ് ഓൺ എക്സ്പ്ലനേഷൻസ്.
ഒരാൾ പറഞ്ഞ ഒരു വിശദീകരണം കൊണ്ട് തൃപ്തനാകാതിരിക്കുക. ഒരാളിപ്പോൾ ഒരു ടീച്ചർ എക്സ്പ്ലെയിൻ ചെയ്തു, ഓ ഇങ്ങനെയാണ്, ശരി അങ്ങനെയാണ്, ടീച്ചർ പറഞ്ഞല്ല അങ്ങനെയാണ്, അല്ല, ടീച്ചർ പറഞ്ഞു, ഞാനത് കേട്ടു, ഞാനത് അപ്ലൈ ചെയ്തു, ഓക്കെ എനിക്ക് കൺവിൻസിങ് ആണ്, ഓക്കെ ഞാനത് അപ്ലൈ ചെയ്തു, എങ്ങനെയാ അത് ശരിയാണെന്നില്ലല്ലോ. അത് ഏത് കൊലകൊമ്പൻ ടീച്ചർ പറഞ്ഞാലും അത് സംശയം തന്നെയാണ്. അത് തീർക്കണം, അത് തീർത്തിട്ടേ പോകാൻ പറ്റുള്ളൂ. അതാണ് സയൻസ്. അങ്ങനെ ലൈക്ക് കൈൻഡ് ഓഫ് ഒരു 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 റബല്യനിസം നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഉണ്ടാവണം. വൈ സോ, വൈ കാൺ ഇറ്റ് ബി ലൈക്ക് ദിസ്? ഒരു സെൽഫ് ക്വസ്റ്റനിങ് ആറ്റിറ്റ്യൂഡ് നമ്മുടെ മനസ്സിലുണ്ടാവണം. ദെൻ ഓൺലി ഇറ്റ്സ് എ സയൻസ് സ്റ്റുഡൻറ്റ്. അല്ലാത്തത് ചില ആൾക്കാർ പറയുന്നുണ്ടാവും, ഇപ്പം ഞാൻ പറയുന്നത് അങ്ങ് വിശ്വസിക്കൂ, ഇതിങ്ങനെയാണ്. അത് ഇറ്റ്സ് എ കൈൻഡ് ഓഫ് സ്ലേവറി. ഒരു സ്ലേവിന് ഒരിക്കലും എന്താവാൻ പറ്റില്ല, ഒരു സയൻസ് സ്റ്റുഡൻ്റ് ആകാൻ കഴിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഒരു സ്വയം വിമർശിക്കാനുള്ള ഒരു കഴിവും, ഒരു സെൽഫ് ക്രിറ്റിക്സ്, ഒന്ന്, രണ്ട് ഒരു റബലിയൻ നേച്ചർ, ചോദ്യങ്ങൾ എന്ത് കാര്യങ്ങളെയും ഒരു വിമർശനാത്മകമായിട്ട് ചിന്തിക്കാനുള്ള ഒരു കഴിവ്, ഇതൊക്കെ നമ്മളെ പഠിത്തത്തിൻ്റെ ഉള്ളിൽ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ കഴിയണം. ഇപ്പോൾ ഉദാഹരണത്തിന് ന്യൂമറിക്കൽ ചെയ്യുമ്പോൾ, ഒരു MCQ ചെയ്യുമ്പോൾ ഒരു പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ, അതിൻ്റെ ഇങ്ങനെ ചെയ്ത്, മറ്റേ ക്വസ്റ്റ്യൻ അങ്ങനെയായിരുന്നല്ലോ ചെയ്ത്, അതിൻ്റെ അങ്ങനെ ചെയ്യാത്തത്, അതെന്തുകൊണ്ട് അങ്ങനെ ചെയ്യാത്തതെന്ന് പറയുന്ന സാധനത്തിലാണ് ഇതെന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നു എന്നുള്ളതിൻ്റെ റീസൺ ഒളിഞ്ഞ് കിടപ്പുണ്ട്. അപ്പോഴേ നമുക്കതൊരു സയൻസ് ലൈക്ക് ആ കംപ്ലീഷൻ കിട്ടുള്ളൂ. നമുക്ക് അതിലേക്കാണ് നമ്മളെ പയ്യെ വളർത്തിയെടുക്കേണ്ടത്. ഐസറിന് വേണ്ടിയിട്ടുള്ള ഒരു എക്സ്ക്ലൂസീവ് കോച്ചിങ് ആണോ നിങ്ങൾ നോക്കുന്നത്? ഐസറിന് വേണ്ടി മാത്രം ടൈലർ മെയ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ, ഐസറിലെ സ്റ്റുഡൻസ് നിങ്ങൾക്ക് തരുന്ന മെന്റർഷിപ്പ്, വീക്ക്ലി ടെസ്റ്റ്, മന്ത്ലി ടെസ്റ്റുകൾ, ഇതെല്ലാം അടങ്ങുന്ന ഒരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഐസർ കോച്ചിങ് പ്രോഗ്രാമിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഡീറ്റെയിൽസ് കൊടുക്കുന്നുണ്ട്. ഈ ഫോൺ നമ്പറിലും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇപ്പം ഞാൻ തൊട്ട് മുമ്പേ ഉള്ള ബാച്ചിൽ ഞാൻ ചെറിയൊരു റെസ്പോൺസ് എഴുതി വാങ്ങിയിരുന്നു. നിങ്ങളോടത് ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം വെച്ചാൽ ഏതാണ്ട് അതേപോലെയൊക്കെ തന്നെ ആയിരിക്കും ഈ ക്ലാസ് റൂമും. അല്ലെങ്കിൽ പിന്നീട് ഒരു ദിവസം നമുക്ക് ചെയ്യാം, എനിക്കൊരു റിപ്പീറ്റേഷൻ വേണ്ടെന്നുള്ളതുകൊണ്ടാണ്. അതിൽ കുട്ടികൾ പലരും പറഞ്ഞിട്ടുള്ള പല സ്റ്റാറ്റസ്, അവരുടെ സബ്ജക്റ്റിൻ്റെ സ്റ്റാറ്റസ് ആയിരുന്നു ഞാൻ ചോദിച്ചത്. അപ്പോൾ അതിൽ പലരും പറഞ്ഞ സ്റ്റാറ്റസ്, ചിലർ പറഞ്ഞു ഞാൻ 10ാം ക്ലാസ് വരെ നല്ല സയൻസ് സ്റ്റുഡൻ്റ് ആയിരുന്നു, 11, 12 എത്തിയപ്പോൾ എന്തൊക്കെയോ മിസ്സിങ് ആയിട്ട് തോന്നി, അതുകൊണ്ടൊരു ക്ലാരിറ്റി കുറവുണ്ട്. ഒരുപക്ഷെ നിങ്ങളുടെ കൂട്ടത്തിലും അങ്ങനെയുള്ള ആൾക്കാരുണ്ടാവും. വേറെ ചിലർ പറഞ്ഞു 11ാം ക്ലാസ് എനിക്ക് അത്ര നല്ല ബോധമില്ല, 12ാം ക്ലാസ് ഒരു ബോർഡ് എക്സാമിനേഷനും കുറച്ച് കൂടുതൽ നന്നായി പഠിച്ചു, CBSE സ്റ്റുഡൻസ് ആയിരിക്കാം അങ്ങനെ പറഞ്ഞവർ. 12ാം ക്ലാസ്സിൽ കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാം, എന്നാലും ഒരു 11ാം ക്ലാസ്സിലെ പല പോർഷൻസിനെ കുറിച്ചും നല്ല ധാരണയില്ല. വേറെ ചിലർ പറഞ്ഞു കൺസെപ്റ്റ്സൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം, പക്ഷേ ഞാൻ എക്സോസ്റ്റീവായിട്ട് ക്വസ്റ്റ്യൻസ് ഒന്നും ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ആ കൺസെപ്റ്റ്സിനെ കൺഫേം ചെയ്യുന്ന അറ്റംപ്റ്റ് എൻ്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടില്ല. ഇങ്ങനെ 3 തരത്തിലുള്ള കാറ്റഗറിയാണ് ഞാൻ ആ കുട്ടികളിൽ കണ്ടത്. അതിലേതെങ്കിലും ഒന്നായിരിക്കും ഓട്ടോമാറ്റിക്കലി നിങ്ങളും ഉണ്ടാവുക. അപ്പം നമ്മുടെ ക്ലാസ് റൂം അതിൻ്റെ ആറ്റിറ്റ്യൂഡ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് യു വിൽ ബി പ്രൊവൈഡഡ് വിത്ത് ബോത്ത് വീഡിയോ ക്ലാസ് ആൻഡ് ഓഫ്ലൈൻ ഡിസ്കഷൻ. ആ വീഡിയോ ക്ലാസ് നിങ്ങൾക്ക് കാണാം. അതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ കൺക്ലൂഡ് ചെയ്യുന്ന ഒരു ഫാസ്റ്റ് റിവിഷൻ പ്രോസസ്സ് നടത്താൻ ഡയറക്ട്ലി വിൽ മൂവിങ് ടു ക്വസ്റ്റ്യൻ ആസ്കിങ്. ലൈക്ക് അതിൽ തന്നെ ഐസറിൻ്റെ പരീക്ഷയുടെ ഫിസിക്സിലെ ക്വസ്റ്റ്യൻസ് ഡെഫിനറ്റ്ലി നല്ല ചാലഞ്ചിങ് ക്വസ്റ്റ്യൻസ് ആണ്, സംശയമില്ലാത്ത കാര്യം. നേരിട്ട് ഐസറിൽ PYQs ചെയ്യാൻ ഐ ഡോണ്ട് റെക്കമെൻഡ് ആക്ച്വലി. നമുക്ക് ആദ്യം JEE മെയിൻസിൻ്റെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തൊന്ന് സെറ്റ് ആവാം ആദ്യം. ഐസറിലെ ക്വസ്റ്റ്യൻസിൻ്റെ പ്രത്യേകത ഒരു മൾട്ടി കൺസെപ്ച്വൽ ലെവൽ 3 ക്വസ്റ്റ്യൻസ് ആണ്. എന്ന് വെച്ചാൽ ഒന്നിൽ കൂടുതൽ കൺസെപ്റ്റുകളെ ഒരു ക്വസ്റ്റ്യനിലേക്ക് കൊണ്ടുവരുന്ന ലെവൽ 3 ക്വസ്റ്റ്യൻസ് ആണ്. അത് നമുക്ക് നേരിട്ട് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് നമ്മൾ ഇനീഷ്യലി ഈ പറഞ്ഞ JEE മെയിൻ ടൈപ്പിലുള്ള ലെവൽ 3 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യും. ആൻഡ് വിൽ ബി സ്ലോലി സ്വിച്ചിങ് ഓവർ ടു ഐസർ like PYQs and PYQ similar type questions later. ഒരു കാര്യം പറയാം, ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട്, നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്ലാൻ ചെയ്ത പ്രോസസ്സ് അത് നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യണം. വീഡിയോ കാണാൻ പറഞ്ഞാൽ വീഡിയോ കണ്ടിട്ട് തന്നെ വരണം. കാര്യം പഠിപ്പിക്കാൻ വരുന്ന ടീച്ചർ ആ പ്ലാനിനനുസരിച്ചാണ് എന്ത് ചെയ്യുന്നത്, എക്സിക്യൂട്ട് ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ പറയണത്? ഇപ്പം നിങ്ങൾ അത് ചെയ്തില്ലെങ്കിൽ ഇത് നടക്കൂല.
ഇപ്പം ലൈക്ക് ഏതെങ്കിലും ഒരു കുട്ടിക്ക് തോന്നുകയാണ് ഈ വീഡിയോ ക്ലാസ്സിൽ ലൈക്ക് ഇത് കാര്യങ്ങളൊക്കെ എനിക്ക് നന്നായിട്ട് അറിയുന്നതാണ്, അങ്ങനെയുള്ള കുട്ടിക്ക് വേണമെങ്കിൽ ഒന്ന് ഫാസ്റ്റായിട്ട് ലൈക്ക് എളുപ്പമുള്ള സാധനങ്ങളൊക്കെ ഒന്ന് ഫാസ്റ്റായിട്ട് ഓടിച്ചു പോയി കാണാം. അതിലൊക്കെ നിങ്ങളുടെ പേഴ്സണൽ ഡിസ്ക്രിപ്ഷൻസ് പോസിബിളാണ്. പക്ഷേ നടക്കേണ്ടത് ഇത്രയാണ്, ആ വീഡിയോ ക്ലാസ്സിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ബേസിക് തിയറിയുടെ അണ്ടർസ്റ്റാൻഡിങ്ങിലാവണം ക്ലാസ്സിലിരിക്കേണ്ടത്. അതർവൈസ് അത് ഫെയിലിയറാണ്. ഓക്കെ, നമുക്ക് കുറച്ച് ഇന്നത്തെ ക്ലാസ് ഞാനങ്ങനെ ഓത്തൻറ്റിക് ആവാനോ അല്ലെങ്കിൽ ഓത്തൻറ്റിക് എന്നല്ല, ലൈക്ക് ഭയങ്കര റൂട്ടീൻ ആവാൻ ആഗ്രഹിക്കുന്നില്ല. ഇന്ന് നമുക്ക് കുറച്ച് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടപ്പെടാനും മനസ്സിലാക്കാനും യൂസ് ചെയ്യാം. എല്ലാവരും ചിരിക്കണം, നിങ്ങളിങ്ങനെ ഭയങ്കര സീരിയസ് ആയിട്ട് ഇങ്ങനെ ശരിയാവും. റൈറ്റ്, ഞാൻ വെറുതെ ചോദിക്കും, ഞങ്ങൾക്ക് ഫിസിക്സിൽ ഇഷ്ടപ്പെട്ട ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിൻ്റെ പേര് പറയും. എനിവൺ, ഓരോരുത്തരുടെ ഓരോ ഇഷ്ടപ്പെട്ട ഫിസിക്കൽ ക്വാണ്ടിറ്റി. അങ്ങനെ ഉണ്ടാവില്ല, നമ്മൾ ഒരുപാട് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഒക്കെ ആയിട്ട് ഇങ്ങനെ കാണും. ഹൈറ്റ്, ലൈറ്റ് ഈസ് നോട്ട് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി. ലൈറ്റ് ഒരു ക്വാണ്ടിറ്റി അല്ലല്ലോ, ലൈറ്റ് വെച്ചാൽ എക്സിസ്റ്റൻസ് അല്ലേ, അങ്ങനത്തെ ഒരു ക്വാണ്ടിറ്റി ലൈക്ക് മാസ്, വെലോസിറ്റി, മൊമെൻറ്റം, അങ്ങനെയാണ് പറയുമ്പോൾ ഇഷ്ടപ്പെട്ട ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി. എനർജി. So say something about energy. നിനക്ക് എനർജി ഇഷ്ടമാന്ന് പറഞ്ഞു. Why you like energy? എനർജി ഉണ്ടെങ്കിലേ എക്സിസ്റ്റൻസിന് മീനിങ് ഉള്ളൂ. പിന്നെ എനർജീനെ കുറിച്ച് നിനക്ക് അറിയാവുന്ന രസകരമായ കാര്യങ്ങൾ ഞങ്ങൾ കേൾക്കട്ടെ. നീ പറഞ്ഞു എനിക്ക് ഇത്രയും ഫിസിക്കൽ ക്വാണ്ടിറ്റീസിൽ നിന്ന് എനർജീനെ ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ നീ എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടു എന്നുള്ളത് ഞങ്ങളെയും കൂടെ ഒരു ഇഷ്ടം കൂട്ടാൻ എന്തൊക്കെയാ പറയാൻ പറ്റും? വർക്ക് ചെയ്യണമെങ്കിൽ എനർജി വേണം. ഓക്കെ, ജീവിച്ചു പോകണമെങ്കിൽ എനർജി ഉണ്ടെങ്കിൽ നടക്കുള്ളൂ. പിന്നെ കുറച്ചും കൂടെ ഫിസിക്സിൻ്റെ സയൻസിൻ്റെ വേൾഡിൽ നിന്ന് സംസാരിക്കുമ്പോൾ എനർജി ഇഷ്ടമുള്ള വേറെ ആരെങ്കിലും ഉണ്ടോ? ഇതല്ലാത്ത വേറെ എന്തെങ്കിലും പോയിന്റ് പറയാനുള്ളത്? സത്യത്തിൽ ഐ അപ്രീഷിയേറ്റ് യു ലൈക്ക് യു സെലക്ട് എനർജി, ബിക്കോസ് ഫിസിക്സ് ഇപ്പോൾ അവസാനം എത്തി നിൽക്കുന്ന എന്താ അറിയാം, എവ്രിതിങ് ഈസ് എനർജി. എവ്രിതിങ് ഈസ് എനർജി. എത്തി നിൽക്കുന്ന ഒരു സ്ഥലം എവിടെയാ? ഇപ്പൊ ലൈക്ക് ഏറ്റവും ആദ്യം ഫിസിക്സിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ രണ്ട് പ്രധാനപ്പെട്ട എക്സിസ്റ്റൻസ് ആയിട്ട് പറഞ്ഞിരുന്ന ഫിസിക്സിൽ ഒന്ന് മാറ്ററും മറ്റൊന്ന് എനർജിയാണ്. ഒന്ന് മാറ്ററും മറ്റൊന്ന് എനർജി. ഇപ്പൊ കൺസർവേഷൻ ഓഫ് മാറ്റർ എന്ന് പണ്ട് പറഞ്ഞിരുന്നു. എന്ന് വെച്ചാൽ ഒരു ഐസൊലേറ്റഡ് സിസ്റ്റത്തിലെ മാറ്ററിന്റെ എമൗണ്ട് എപ്പോഴും കോൺസ്റ്റന്റ് ആണ്. കൺസർവേഷൻ ഓഫ് എനർജി എന്ന് പറഞ്ഞൊരു സാധനം പറഞ്ഞിരുന്നു. എന്താ കൺസർവേഷൻ ഓഫ് എനർജി? ആ ഒരു ഐസൊലേറ്റഡ് സിസ്റ്റത്തിലെ ടോട്ടൽ എനർജി കോൺസ്റ്റന്റ് ആണ്. ഒരു ഫോമിൽ നിന്നും മറ്റൊരു ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാം എനർജീനെ. അത്രേ പറ്റുള്ളൂ. എനർജീനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല, അതുപോലെ മാറ്ററിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല, ഡിസ്ട്രോയ് ചെയ്യാൻ പറ്റില്ല എന്ന് വിശ്വസിച്ചിരുന്നു. എനർജി കൺസർവേഷൻ ഓഫ് മാറ്റർ നിങ്ങൾ ഇത് കെമിസ്ട്രിയിലാണ് പഠിക്കുന്നുണ്ടാവും അല്ലെ? ലോ ഓഫ് മാസ് പ്രൊപ്പഗേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട്, ലോ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് മാസ് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ മാറ്റർ കൺസേർവ്ഡ് ആണ്, എനർജി കൺസേർവ്ഡ് ആണ്. പക്ഷെ ഈ ഒരു ഒറ്റ ഇക്വേഷൻ എന്ത് ലോകത്തിനെ തന്നെ മാറ്റിമറിച്ചു. അതുവരെ ഉണ്ടായിരുന്ന സയൻസിനെ കുറിച്ചുള്ള ഔട്ട്ലുക്കേ മാറിപ്പോയി. ലൈക്ക് മാസ് കൺസർവേഷൻ, എനർജി കൺസർവേഷൻ എന്ന രണ്ട് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള കൺസർവേറ്റീവ് പ്രിൻസിപ്പിൾസിനെ എന്താക്കി? ഒന്നാക്കി. മാസ് ആൻഡ് എനർജീസ് ആർ ഇന്റർ കൺവേർട്ടിബിൾ. എനർജീനെ മാസാക്കിയിട്ടും മാസിനെ എനർജി ആക്കി മാറ്റാൻ പറ്റും. പിന്നീട് നമുക്ക് മനസ്സിലായി പെയർ അൻഹിലേഷൻ, പെയർ പ്രൊഡക്ഷൻ എന്നൊക്കെ പറഞ്ഞ ഫിനോമിനൻ ഉണ്ട്. നോക്കാം, നമുക്ക് പിന്നീട് പഠിക്കാം. പെയർ അൻഹിലേഷൻ, പെയർ പ്രൊഡക്ഷൻ, ഇങ്ങനത്തെ ഒരുപാട് ഫിനോമിനൻ ഉണ്ട് ഫിസിക്സിൽ. ഇതിനെ ലൈക്ക് കൂടുതൽ മനസ്സിലാക്കാൻ പറ്റുന്ന സാധനങ്ങളായിട്ട്. അപ്പം ഈ കൺസർവേഷൻ പ്രിൻസിപ്പിൾ യുണൈറ്റ് ചെയ്തു. എന്തായി? മാസ് കൺസർവേഷൻ, എനർജി കൺസർവേഷൻ എന്ന് പറയുന്നതിന് പകരം
മാസ് എനർജി കൺസർവേഷൻ ആക്കി. മനസ്സിലാവുണ്ടോ പറയണേ? എന്നുവെച്ചാൽ ചിലപ്പം ഒരു പക്ഷെ നിങ്ങളിങ്ങനെ ഒരു സിസ്റ്റത്തെ കുറിച്ച് പഠിക്കുമ്പോൾ മാസ് മിസ്സിങ് ആയിരിക്കാം. എന്താണ് തീരം പറഞ്ഞത്? മാസ് മിസ്സിങ് ആയിരിക്കാം. പക്ഷെ പേടിക്കണ്ട, ആ മാസം എവിടെയും പറയും പോയിട്ടില്ല, ആ മാസം എന്തായി മാറിയിട്ടുണ്ട്? എനർജിയായി മാറിയിട്ട്. ചിലപ്പോൾ എനർജി കുറവായിട്ട് കാണാം, പേടിക്കണ്ട, അവിടെ പുതിയൊരു മാസമായിട്ട് മാറിയിട്ടുണ്ടാവും. അപ്പൊ മാസം ഉണ്ടായില്ലേ എന്ന് ചോദിച്ചാൽ ഉത്തരം എന്താ? ഉണ്ടായി. അപ്പൊ മാസ് കൺസർവേഷൻ ശരിയാണോ? എനർജി പുതിയതായിട്ട് ഉണ്ടായില്ലേ എന്ന് ചോദിച്ചാൽ ശരിയല്ലേ? അപ്പൊ എനർജി കൺസർവേഷൻ ശരിയാണോ? അല്ല. അപ്പൊ എനർജി കൺസർവേഷനും തെറ്റാണ് പറയും, മാസ് കൺസർവേഷനും തെറ്റാണ്. ഇപ്പൊ എന്തായി? മാസ് എനർജി കൺസർവേഷനായി. ദേ ആർ ഇന്റർ കൺവേർട്ടിബിൾ. അങ്ങനെ പറയുമ്പോൾ നമുക്ക് എന്ത് പറയേണ്ടി വരും? ഈ ഉള്ളതെല്ലാം പറയും. ഏറ്റവും ആദ്യം ഒന്നുകിൽ മാസായിരുന്നു, അല്ലെങ്കിൽ എനർജി ആയിരുന്നു. ഒന്നുകിൽ മാസായിരുന്നു, അല്ലെങ്കിൽ എനർജി ആയിരുന്നു. വാട്ട് ഈസ് യുവർ സേ ഓൺ ഇറ്റ്? അത് മാസായിരുന്നോ എനർജി ആയിരുന്നു? നിങ്ങൾക്ക് എന്തായിരിക്കുന്നു? നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? അത് ഏറ്റവും ആദ്യം മാസായിരുന്നു, ഏറ്റവും ആദ്യം എനർജി ആയിരുന്നു? സത്യത്തിൽ അതിനൊരു ഉത്തരം ആരും വ്യക്തമായി കണ്ടുപിടിച്ചിട്ടൊന്നുമില്ല. പലതരത്തിലുള്ള ആളുകൾ പറയുന്നുണ്ട്. ചിലർ പറയുന്നു ഒരു സ്ഫോടനത്തിന് ശേഷമാണ്, ബിഗ് ബാങ് തിയറി എന്ന് കേട്ടിട്ടുണ്ട്, ഒരു സ്ഫോടനത്തിന് ശേഷമാണ് മാസിൽ നിന്നും പറയും എനർജി കൺസർവേഷൻ അല്ല എനർജി കൺവേർഷൻ ഉണ്ടാവുന്നത്. അവിടെ വെച്ചാണ് ടൈം എന്ന് പറഞ്ഞ ഒരു സാധനത്തിന് മീനിങ് ഉണ്ടാവുന്നത്. സോ യു ജസ്റ്റ് ബിലീവ് സം ടൈം ആൻഡ് സം സ്പേസ് വെർ ദർ ഇസ് നോ ടൈം. എന്നാലോചിച്ച് നോക്കി. അതിന് മുമ്പ് mass is concentrated everywhere, like every mass is concentrated in some point and there is no meaning of time. ഇവിടെ എന്താ പുസ്തകം? It says like this. ഈ പുസ്തകം അതാ പറയണേ. ടൈം എവിടെ വെച്ച് പറയും? ആരംഭിക്കുന്നു എന്ന് പറയുന്നതാ. എവിടെ വെച്ചാണ് സമയം ആരംഭിക്കുന്നത്? ചിലർ പറയുന്നു ബിഗ് ബാങ് തിയറി വരുന്നത് ഒരു സ്ഫോടനം കൊണ്ടാണ് സംഭവിച്ചു തുടങ്ങിയത്. അവിടെ വെച്ചാണ് ടൈം എന്ന് പറയുന്ന ഒരു സാധനം മീനിങ് തന്നെ വന്നത്. സോ എനർജി ഈസ് എ വെരി ഗുഡ് സെലക്ഷൻ. മാസ് എനർജി കൺസർവേഷൻ. ഇപ്പം ഫിസിക്സ് വേൾഡ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനം, ഒരു വലിയ റിസർച്ചാണ് യൂണിഫിക്കേഷൻ ഓഫ് ഓൾ ഫോഴ്സസ്. യൂണിഫിക്കേഷൻ ഓഫ് ഓൾ ഫോഴ്സസ് എന്ന് വെച്ചാൽ പണ്ട് നമ്മൾ പലതരത്തിലുള്ള ഫോഴ്സുകൾ കയറും. ഇപ്പം മെക്കാനിക്സ് പഠിക്കുമ്പോൾ സ്പ്രിംഗ് ഫോഴ്സ്, അല്ലെങ്കിൽ ലൈക്ക് എലാസ്റ്റിക് ഫോഴ്സ്, അങ്ങനെ പലതരത്തിലുള്ള പല ഫോഴ്സുകൾ കാണും. പക്ഷേ ഒരു സ്റ്റേജ് എത്തിയപ്പോൾ സയൻസ് ഫോഴ്സിനെ പലതരത്തിൽ ക്ലാസിഫൈ ചെയ്തു, പല സാധനങ്ങളെ ഒന്നാക്കി. അങ്ങനെ ഫണ്ടമെന്റൽ ഇന്ററാക്ഷൻസ് എന്ന് പറഞ്ഞ് ഗ്രാവിറ്റേഷണൽ, ഇലക്ട്രോ മാഗ്നറ്റിക്, ന്യൂക്ലിയർ, വീക്ക് റിയാക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള 4 കഷ്ണങ്ങളാക്കി മാറ്റി. ബട്ട് നൗ ദ റിസർച്ച് ഈസ് ലൈക്ക് ഇതെല്ലാം കൂടി പറയും ഒന്നിൽ നിന്നാണ് ആരംഭിക്കുന്നത്. അതിൻ്റെ റിസർച്ചിലുള്ളത്. അപ്പോൾ യൂണിഫിക്കേഷൻ ഓഫ് ഫോഴ്സസ് വലിയ റിസൾട്ടിലേക്ക് എത്തുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം കൂടി ആരംഭിച്ചത് എവിടുന്ന് എന്നുള്ളൊരു സാധനത്തിന് കുറച്ചും കൂടെ ക്ലാരിറ്റി കിട്ടും. അപ്പം ഈ പറഞ്ഞ എനർജി അങ്ങനെ ഒരു സാധനം വന്നു കഴിഞ്ഞാൽ പിന്നെ ലോകത്തെ നമ്മൾ പഠിക്കുന്നത് ഇറ്റ് വിൽ നോട്ട് ഓൺ ദ ബേസിസ് ഓഫ് മാറ്റർ, ഇറ്റ് വിൽ ബി ഓൺ ദ ബേസിസ് ഓഫ് എനർജി. എനർജീൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ മാസിനെ മുഴുവനും മാറ്ററിനെ മുഴുവനും എനർജിയായി കൺവേർട്ട് ചെയ്തുകൊണ്ടായിരിക്കും പിന്നെ നമ്മൾ പഠിക്കുക. മാറ്റർ എന്ന് പറഞ്ഞൊരു സാധനം ഈസ് ഓൺലി എ ഫോം ഓഫ് എനർജി എന്നുള്ള രീതിയിലാണ് സാധനം പഠിക്കുക. അതിൻ്റെ ഒരു ഫിക്ഷനാണ്. ലൈക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? മാട്രിക്സ് എന്ന് പറഞ്ഞൊരു ഇംഗ്ലീഷ് ഫിലിം അതെന്താ? നിങ്ങളൊക്കെ ജനിക്കുന്നതിന് മുമ്പായിരിക്കും ഒരു പക്ഷെ പറഞ്ഞ അങ്ങനത്തെ ഒരു ഇംഗ്ലീഷ് ഫിലിമാണ് മാട്രിക്സ്. എന്നുവെച്ചാൽ മാറ്റർ എന്ന് പറഞ്ഞൊരു സാധനം ഇല്ല, എനർജിയാണ്. എന്നുവെച്ചാൽ മനുഷ്യനെ പെട്ടെന്ന് എനർജി ആക്കി മാറ്റാൻ പറ്റുന്ന ഒരു വേൾഡ് ആൾക്കാരുണ്ടാക്കി. അവരെന്ന് വെച്ചാൽ ഒരു ഇമാജിനറി വേൾഡും ഒരു റിയൽ വേൾഡും തമ്മിലുള്ള ഇന്ററാക്ഷൻസിന് ഒരു ലൈക്ക്
അങ്ങോട്ടും ഇങ്ങോട്ടും റിലേറ്റ് ചെയ്തു. ഇമാജിനറി വേൾഡിൽ മുഴുവനും എനർജിയാണ്, മാറ്റർ ഇല്ല. റിയൽ വേൾഡിൽ ആ എനർജീനെ എന്താക്കും, മാറ്റർ ആക്കും. അങ്ങനെ കുറച്ച് കള്ളന്മാർ ഇമാജിനറി വേൾഡിൽ നിന്ന് വർക്ക് ചെയ്യാൻ തുടങ്ങി. എന്ന് വെച്ചാൽ ഒരു എനർജിയായി മാറി എവിടെ പോയി, ഇമാജിനറി വേൾഡിൽ പോയി. എന്നിട്ട് ഒരു കുറച്ച് എനർജീനെ ഇങ്ങോട്ടേക്ക് അയക്കും. എങ്ങോട്ടേക്ക്, റിയൽ വേൾഡ്. ഇവിടെ വെച്ച് എന്താക്കും, മാറ്റർ ആക്കും. എന്നിട്ട് ഓർക്ക് വേണ്ട തെണ്ടിത്തരങ്ങൾ മുഴുവനും കാണിക്കും. പോലീസ് പിടിക്കാൻ വരുമ്പോൾ എനർജി ആക്കി തിരിച്ചു പിടിച്ചാൽ. ഇപ്പൊ ബാങ്ക് റോബറിയൊക്കെ ഇങ്ങനെ നടക്കുകയാണ്, പെട്ടെന്ന് ആള് അപ്രത്യക്ഷമാണ്. സയൻസ് ഫിക്ഷനാണ്. അപ്പൊ പോലീസുകാർ അതുപോലെ ഒരു ഇമാജിനറി വേൾഡ് ഉണ്ടാക്കും. എന്നിട്ട് ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്യുന്നൊരു സിനിമയാണ്. ഡെഫിനറ്റ്ലി അതിന് സയന്റിഫിക് എക്സ്പ്ലനേഷൻ കൊടുക്കാൻ പറ്റുന്ന രീതിയിലാണ് അതിന്റെ ഡെമോൺസ്ട്രേഷൻ. അങ്ങനെ ഒരു കാര്യം സംഭവിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയില്ല. പക്ഷെ എനർജി മാസ് കൺവേർഷൻ പോസിബിൾ ആണ്. എനിവേ, എനർജി ഭയങ്കര രസമുള്ള കാര്യമാണ് പഠിക്കാൻ, മനസ്സിലാക്കണം. വേറെ എന്തെങ്കിലും ഫിസിക്കൽ ക്വാണ്ടിറ്റി ഞാൻ വെറുതെ അങ്ങനെ ഇന്നത്തെ നമ്മളെ ഒരു സൗഹൃദം ഡെവലപ്പ് ചെയ്യാൻ വെറുതെ സംസാരിക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് പ്രാന്ത് പറയാം, അത്രേ ഉദ്ദേശമുള്ളൂ. എനിക്കറിയുന്ന കുറച്ച് മണ്ടത്തരങ്ങൾ പറയാം. സ്റ്റേ ഫോളിഷ് അങ്ങനെ പറയില്ലേ, സ്റ്റേ ഫോളിഷ്. കുറച്ച് മണ്ടത്തരങ്ങളിൽ നിന്നാണ് നമ്മളിതെല്ലാം ഉണ്ടാക്കണേ. വേറെ വേറെ ഏതെങ്കിലും ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി യു ലൈക്ക് വെരി മച്ച്? ഇത്രയും കാലമായിട്ട് ഇത്രയും ക്വാണ്ടിറ്റീസിനെ പഠിച്ചിട്ട് ഒന്നിനും ഇഷ്ടമില്ല. വേടാ ഏതെങ്കിലും ഒരു ക്വാണ്ടിറ്റി, എനിക്ക് ഇഷ്ടമുള്ളൊരു ക്വാണ്ടിറ്റി. ഗേൾസ് സൈഡ് എന്തെങ്കിലും ഉണ്ട്. അങ്ങനെ ഉണ്ടാവില്ല. ഇത്രയും ക്വാണ്ടിറ്റീസിനെ കുറിച്ച് പഠിച്ചിട്ട് ഒരു ക്വാണ്ടിറ്റീനെ എനിക്ക് ഇഷ്ടമായി. മൊമെന്റം 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 വൈ മൊമെന്റം? കൺസർവേഷൻ ഓഫ് മൊമെന്റം. മൊമെന്റത്തിനെ കുറിച്ച് നിനക്ക് എന്തൊക്കെ അറിയാം? എല്ലാ ബോഡിക്കും മൊമെന്റം ഉണ്ടാവും. ഓക്കെ, അല്ല ഞാൻ അതൊന്നും അല്ല ഞാൻ ചോദിക്കണം. അത് നീ അതിനകത്തുള്ള ഒരു സംഭവം പറയണം. അല്ല, നിനക്ക് മൊമെന്റത്തിന് ഇത്ര ഇഷ്ടപ്പെടാൻ കാര്യം എന്താണ്? ലൈക്ക് മൊമെന്റം എന്ന് പറഞ്ഞൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റി നമുക്ക് ലൈഫിലെ ഒരുപാട് സിറ്റുവേഷൻസുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്. ആ രീതിയിൽ മോള് പറഞ്ഞാൽ കറക്റ്റാണ്. മൊമെന്റം ആക്ച്വലി വാട്ട് ഈസ് മൊമെന്റം? എന്താ മൊമെന്റം? ഇഫ് ഐ സേ സ്പീഡ്, വാട്ട് ഈസ് സ്പീഡ് എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റും. ദ റേറ്റ് അറ്റ് വിച്ച് ദ പൊസിഷൻ ചേഞ്ചസ്. അല്ലെ, ഓരോ സെക്കൻഡിൽ മാറിപ്പോകുന്ന ദൂരാണെന്ത് സ്പീഡ്. അതിന് സംശയമൊന്നുമില്ല. എന്താ മൊമെന്റം എന്ന് പറഞ്ഞാൽ എന്താണ് ആക്ച്വലി അർത്ഥാക്കുന്നത്? ഒരു ഫോഴ്സ് ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് ആണ് മൊമെന്റം. നോ, ഇറ്റ്സ് നോട്ട്. മോളെ ആ സാധനത്തിനോട് അടുത്താണ്, പക്ഷെ മോള് ഉപയോഗിച്ച വാക്കുകൾ തെറ്റാണ്. ഫോഴ്സ് ഉണ്ടാക്കണ ഇമ്പാക്റ്റ് അല്ല മൊമെന്റം. മൊമെന്റത്തിന്റെ മേലാണ് ഫോഴ്സ് ഇമ്പാക്റ്റ് ഉണ്ടാക്കണം. തിരിച്ചാണ്. കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് പറഞ്ഞു എന്താണ് മൊമെന്റം. ആക്ച്വലി വാട്ട് ഈസ് ഇക്വേഷൻ ഫോർ മൊമെന്റം? മാസ് ഇൻറ്റു വെലോസിറ്റി. ഇത്രയും നമുക്ക് എല്ലാവർക്കും അറിയാം. എന്താണ് ഫിസിക്സിൽ അതിന്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്നുള്ളതാണ് ചോദ്യം. അതാണല്ലോ അതിന്റെ ബ്യൂട്ടി. ഇപ്പൊ ഫിസിക്സ് എന്ന് പറയുന്നത് സത്യത്തിൽ പ്രകൃതിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ലെറ്റേഴ്സാണ് ഫിസിക്സ്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഈ എന്തുകൊണ്ട് ബ്യൂട്ടിഫുൾ ആണ്. ഇപ്പൊ ഇംഗ്ലീഷ് ലെറ്റേഴ്സിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ലെറ്റർ ഏതാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇല്ലേ ഇഷ്ടമുള്ള ലെറ്റർ? വൈ ഇത് ഇഷ്ടമാണ് എന്ന് പറയുന്ന പോലെ. ഒരുപക്ഷെ നിങ്ങൾ ഒരുപാട് ഫ്രണ്ട്സ് ആ പേരിൽ ആ അക്ഷരത്തിലാണ് തുടങ്ങുന്നത്. അതുപോലെ എന്തുകൊണ്ട് ഈ ഫിസിക്കൽ ക്വാണ്ടിറ്റി എനിക്ക് ഇഷ്ടമാണെന്ന് ചോദിച്ചപ്പോൾ മൊമെന്റം. അപ്പോൾ ആ മൊമെന്റം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാന്നുള്ളതാണ്. ഞാനൊരു സിമ്പിൾ തമാശ പറയാം, വെറും തമാശ. ഞാനൊരു റോഡിന്റെ നടുവിൽ ഇങ്ങനെ നിൽക്കുക.
അപ്പം അങ്ങ് ദൂരേന്ന് ഒരു സുമോ ഗുസ്തിക്കാരൻ ഇങ്ങനെ ഓട്ടി വരികയാണ്. സുമോ ഗുസ്തിക്കാരൻ കണ്ടിട്ടില്ല നിങ്ങൾ? തോടിച്ച് ചൊക്കോ. അത് സാധാരണ മനുഷ്യരാട്ടോ. അവരങ്ങനെ ആ പീരീഡിലേക്ക് അതായി. സുമോ ഗുസ്തിയൊക്കെ കഴിയുമ്പോൾ ഒരു പിന്നെയും ഞാൻ ഞെട്ടിപ്പോയി അങ്ങനത്തെ ഒരുത്തനെ കണ്ടിട്ട്. ലൈക്ക് ഒരാളുടെ ഒരു ട്രാൻസ്ഫോർമേഷൻ്റെ വീഡിയോ ഉണ്ടായിരുന്നു ജപ്പാൻ്റെ. ഭയങ്കര മൈൻഡ് പവർ ടെസ്റ്റ് ചെയ്യുന്ന ഒരു സംഭവം. തോട്ടിച്ചിങ്ങനെ ചൊക്ക പോലെ അയാൾ സുമോ ഗുസ്തിയൊക്കെ നടത്തി. പിന്നെ അയാൾ ഒരു 3-4 വർഷത്തിന് ശേഷം ഭയങ്കര ജെന്റിലായി ഡ്രസ്സൊക്കെ ചെയ്യുന്ന ഒരു പ്രൊഫഷണലായി ജോലിക്ക് പോകുന്ന വീഡിയോ ഉണ്ടായി. ഒരു പീരീഡാണത്. ആ പീരീഡിൽ അയാൾ അങ്ങനെ ആക്കി മാറ്റാണ്. അപ്പോൾ ഒരു സുമോ ഗുസ്തിക്കാരൻ ഇങ്ങനെ അങ്ങ് ഓടി വരിക വിചാരിക്കും. അപ്പം ഞാനിങ്ങനെ റോഡിൻ്റെ നടുവിൽ നിൽക്കും. ഞാൻ ആലോചിക്കുമ്പോൾ വലിയ വേഗതയൊന്നുമില്ല. ഞാൻ അവിടെ തന്നെ നിന്നു. റെഡി? അയാൾ എന്നെ തട്ടി. ഞാൻ തെറിച്ചു പോയില്ലേ? ഞാൻ നാളെ തെറിച്ചുപോയി. ഞാൻ തെറിച്ചുപോയി എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താ? വാട്ട് ഡസ് ഇറ്റ് ആക്ച്വലി മീൻ? സം മോഷൻ ഈസ് ട്രാൻസ്ഫേർഡ് ടു മീ എന്നല്ലേ? സം മോഷൻ ഈസ്, അത് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നതാണോ ആ മോഷൻ? അല്ല. ആര് തന്നതാ? സുമുഖസിക്കാരൻ തന്നതാ. അയാളിൽ ഉള്ളതല്ലേ അയാൾ എനിക്ക് തരാൻ പറ്റുക. അയാളിൽ ഒരു ഭാഗമല്ലേ എനിക്ക് തരാൻ പറ്റുക. യു ഗോട്ട് ഇറ്റ്. സപ്പോസ് ഈ സിറ്റുവേഷൻ ഈസ് സച്ച് ദാറ്റ് നമ്മൾ ഇമാജിൻ ചെയ്യുന്നു, ഇടിച്ചു കഴിയുമ്പോൾ അയാൾ റെസ്റ്റിലായി, അയാളിലേക്കുള്ള മോഷൻ എന്നിലേക്ക് പറയും ട്രാൻസ്ഫർ ചെയ്തു എങ്കിൽ ഞാൻ പ്രതീക്ഷിക്കാവുന്ന എനിക്കോളും പറയും വലിയ വേഗതയിൽ എനിക്ക് തെറിച്ചു പോകും. ശരിയല്ലേ? ശരിയല്ലേ? സോ വാട്ട് ഡസ് ഇറ്റ് മീൻ? എന്നിലേക്ക് ആൾ മോഷൻ ട്രാൻസ്ഫർ ചെയ്തു. ഒരാൾക്ക് വേറൊന്ന് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ അയാളെ കയ്യിൽ ഉണ്ടെങ്കിലല്ലേ പറ്റുള്ളൂ. അപ്പോൾ അയാളിൽ നല്ല മോഷൻ ഉണ്ടെന്നല്ലേ അർത്ഥം? ആ മോഷൻ വേഗത കൊണ്ടാണോ? Is that motion is because of its speed that he is delivering to me? No, but because of mass. അപ്പോൾ അയാൾ എന്നിലേക്ക് മോഷൻ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. ആ ട്രാൻസ്ഫർ ചെയ്ത മോഷൻ അയാളിൽ ഉള്ളത് അയാൾക്ക് നല്ല മാസ് ഉള്ളത് കൊണ്ടാണ്. അപ്പം മാസ് ഈസ് എ മെഷർ ഓഫ് മോഷൻ കണ്ടെയ്ൻഡ് ഇൻ എ ബോഡി. ശരി? ഓക്കെ അല്ലേ? മാസ് കൂടിയാൽ ഒരു ബോഡിയിൽ ഇരിക്കുന്ന പറയും ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയുന്ന മോഷൻ കൂടും എന്നല്ലേ അതിൻ്റെ അർത്ഥം? ഈ ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയുന്ന മോഷനുള്ള സിറ്റുവേഷൻസിൻ്റെ പേരാണ് പാർട്ടിക്കിൾ. എന്താണ് പാർട്ടിക്കിൾ? ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയുന്ന മോഷൻ. ഒരു സാധനം വന്ന് ഇടിച്ചു മറ്റോ തെറിച്ചു പോയി, പാർട്ടിക്കിളാണ്. ലൈറ്റ് വന്ന് വീണു, പരന്നു. ഇറ്റ്സ് നോട്ട് ട്രാൻസ്ഫേർഡ്, ആക്ച്വലി ഇറ്റ് സ്പ്രെഡ്സ്. ഇപ്പൊ ട്രാൻസ്ഫറിങ് മോഷൻ എന്ന് പറയുന്നത് ഒരു പാർട്ടിക്കിൾ ബിഹേവിയറാണ്. മനസ്സിലാവുണ്ടോ പറയുന്നത്? ശരി. അപ്പോൾ മോഷൻ ട്രാൻസ്ഫർ ചെയ്തു. അപ്പം ഞാൻ ഒരു പാഠം പഠിച്ചു. എന്താണ്? തടിയന്മാർ വരുമ്പോൾ ശ്രദ്ധിക്കണം. റെഡി? അടുത്ത പ്രാവശ്യം ഞാൻ നടു റോട്ടിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ അപ്പുറത്ത് ഓടി വരുന്ന ഒരു 4 വയസ്സുള്ള കുട്ടിയാണ്. പക്ഷെ ആ കുട്ടി സാധാരണ കുട്ടിയല്ല. ആ കുട്ടി ചോട്ടാ ഭീമാണ്. എന്താണ്? രാധയാ ലഡു കൊടുക്കുന്ന പെൺകുട്ടീനെ വരുന്ന ചുടുക്കിയ ചുടുക്കി ഒരു 5 ലഡു കൊടുത്തിട്ടുണ്ട്. ചുടുക്കി കൊടുത്ത 5 ലഡു അടിച്ചതിന് ശേഷം ചോട്ടാ ഭീം ഓടി വരുന്ന സ്റ്റൈലില്ല. ഇങ്ങനെയാണ് ഓടി വരുന്നത്. ഞാൻ തൊട്ട് മുമ്പേ പഠിച്ച പാഠം തടിയന്മാർ വരുമ്പോൾ മാറി കൊടുക്കണമെന്നാണ്. ഇപ്പം ഞാൻ ആ പാഠം പഠിച്ചതുകൊണ്ട് തന്നെ ഇത് കുഞ്ഞനല്ലേ നീ ഞാൻ അവിടെ എന്നാൽ ഇടിച്ചാൽ പറയും തെറിച്ചു മീൻസ് വാട്ട്? മോഷൻ വിൽ ബി ട്രാൻസ്ഫേർഡ് ടു മീ. And motion is transferred to me because that particular boy hitting me contains motion with him. And is it because of the mass he possesses? No, because of the speed it possesses. So the motion contained in a body is because of either mass or, so we take the product of it. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് MB എന്ന് പറഞ്ഞൊരു ക്വാണ്ടിറ്റീനെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, മൊമെന്റം. അപ്പൊ ഇത് എന്തിന്റെ മെഷറാ? ഇറ്റ്സ് നോട്ട് ട്രാൻസ്ഫർ, ഇറ്റ് ഈസ് ദ മോഷൻ കണ്ടെയ്ൻഡ് ഇൻസൈഡ്. മോഷൻ കണ്ടെയ്ൻഡ് ഇൻസൈഡ്. അപ്പൊ മൊമെന്റം ഈസ് ദ മെഷർ ഓഫ് ദ മോഷൻ കണ്ടെയ്ൻഡ്. അതുകൊണ്ടാണ് ന്യൂട്ടൺ പറഞ്ഞത് F പ്രൊപ്പോർഷണൽ ടു എന്തെന്ന്. കാര്യം ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? സ്റ്റേറ്റ് ഓഫ് മോഷനെ മാറ്റുന്ന ആളുടെ പേരാണ്, അതല്ലേ ലോ ഓഫ് ഇനർഷ്യ പറയുന്നത്, ബോഡി വിൽ കണ്ടിന്യൂ ഇറ്റ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ സ്റ്റേറ്റ് ഓഫ്
യൂണിഫോം മോഷൻ അലോങ് എ സ്ട്രെയിറ്റ് ലൈൻ. അപ്പൊ രണ്ട് തരം സ്റ്റേറ്റ് ഓഫ് മോഷൻ ആണ്. എന്താ? ഒന്നുകിൽ റെസ്റ്റ് ഈസ് എ സ്റ്റേറ്റ് ഓഫ് മോഷൻ, സീറോ സ്റ്റേറ്റ് ഓഫ് മോഷൻ. രണ്ട് പറയും കോൺസ്റ്റന്റ് സ്റ്റേറ്റ് ഓഫ് മോഷൻ മീൻസ് വാട്ട്? യൂണിഫോം മോഷൻ. എപ്പോ? when there is an external unbalanced force. So we call it as a qualitative definition for force. ഫോഴ്സിന്റെ ക്വാളിറ്റേറ്റീവ് ഡെഫിനിഷൻ ആണത്. എന്താ ഫോഴ്സിന്റെ ക്വാളിറ്റേറ്റീവ് ഡെഫിനിഷൻ? ഫോഴ്സ് എന്നാൽ എന്താണ് എന്നുള്ള എന്ത് ഉത്തരമാണ്? എന്താ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ വൺ വിച്ച് ചേഞ്ചസ് ദി സ്റ്റേറ്റ് ഓഫ് മോഷൻ, ദ വൺ വിച്ച് ചേഞ്ചസ് ദി ശ്രദ്ധിച്ച മക്കളെ, അങ്ങനെ എന്താണോ മോഷൻ എന്ന അവസ്ഥയെ മാറ്റുന്നത് അതാണ് എന്ത്? ഫോഴ്സ്. സോ വാട്ട് ഈസ് ഫോഴ്സ് എന്ന് ചോദിച്ചാൽ എന്താ ഉത്തരം? സ്റ്റേറ്റ് ഓഫ് മോഷനെ മാറ്റുന്നത് എന്തും ഫോഴ്സ് ആണ്. അതാണ് ഫോഴ്സ്. റെസ്റ്റിലിരിക്കണവനെ മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് ഫോഴ്സ്. ഒരു പർട്ടിക്കുലർ ഫോഴ്സ് വേഗതയിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളുടെ വേഗതയുടെ മാഗ്നിറ്റ്യൂഡോ ഡയറക്ഷനോ മാറ്റിയിട്ടുണ്ടെങ്കിൽ അതാണ് ഫോഴ്സ്. സോ ദ വൺ വിച്ച് ചേഞ്ചസ് ദ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ സ്റ്റേറ്റ് ഓഫ് മോഷൻ ഈസ് വാട്ട് ഫോഴ്സ് ഈസ്. സോ വി കോൾ ഇറ്റ് ആസ് qualitative definition for force. Now what is quantitative definition for? How much is the force? അപ്പൊ ഫോഴ്സ് മോഷനെ മാറ്റുന്ന ആളാണെങ്കിൽ ഫോഴ്സ് മാറ്റേണ്ടത് പറയും മോഷൻ എത്രയാണോ അതിനെയല്ലേ. ഇവിടെ ഫോഴ്സ് മോഷനെ മാറ്റുന്ന ആളാണെങ്കിൽ ഫോഴ്സ് മാറ്റേണ്ടത് എന്തിനെയാണ്? മോഷന്റെ അളവിനെയാണ്. മോഷന്റെ അളവ് ആരാ അളക്കുക? മൊമെന്റ്. അതുകൊണ്ടാണ് ഫോഴ്സ് ഈക്വൽ ടു വാട്ട്? dp/dt. അപ്പൊ ഫോഴ്സ് മാറ്റുന്നത് മൊമെന്റത്തെയാണ്. ഫോഴ്സ് മാറ്റുന്നത് മൊമെന്റത്തെയാണ്. ആ ഫോഴ്സ് എത്ര എന്നുള്ളത് മൊമെന്റത്തിന്റെ മാറ്റം എത്രയാണോ അത്രയുമാണ്. ദിസ് ഈസ് ആക്ച്വലി ദ ഫണ്ടമെന്റൽ തിങ് ഇൻ ഫിസിക്സ്. മെക്കാനിക്സ് എന്ന് പറഞ്ഞ ഒരു സാധനത്തിന്റെ ഏറ്റവും അടിസ്ഥാനം എന്തെന്ന് ചോദിച്ചാൽ ഇതാണ്. ഇതിൽ നിന്നാണ് സത്യത്തിൽ എല്ലാം ഉണ്ടായി വരുന്നത്. സോ മൊമെന്റം എനിക്കും ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ക്വാണ്ടിറ്റിയാണ് മൊമെന്റം. കാര്യം ഫിസിക്സ് എത്ര ഇവോൾവ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോഴും ഈ ക്വാണ്ടിറ്റിയുടെ സിഗ്നിഫിക്കൻസ് ഇങ്ങനെ കൂടി വരികയാണ്. പാർട്ടിക്കിൾ ബിഹേവിയറിന്റെ ഒരു സിഗ്നേച്ചറാണ് മൊമെന്റം. ഒരു എന്താ പറയുക, പാർട്ടിക്കിൾ, വേവ്, ഡ്യുവൽ എന്നൊക്കെ കേട്ടിട്ടില്ലേ? അതിലൊരു ഒരു 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 പാർട്ട് ഒരു ഒരു എൻറ്റിറ്റി പാർട്ടിക്കിൾ ആണെങ്കിൽ എന്നുള്ള സാധനത്തിന്റെ ലൈക്ക് സിഗ്നേച്ചറാണ് മൊമെന്റം. എനി മോർ ക്വാണ്ടിറ്റി? വെറുതെ എങ്ങനെ എനിക്ക് കുറച്ച് ഡാവടിക്കാൻ, കത്തിയടിക്കാൻ തുടങ്ങാം. പറഞ്ഞ ടൈം. വൈ യു ലൈക്ക് ടൈം? അത് ഈ പറഞ്ഞ പോലെ ഞാൻ നേരത്തെ സ്റ്റീഫൻ ഹോക്കിൻസ് പറഞ്ഞ പോലെ സംഭവങ്ങൾ മുഴുവനും ആരംഭിക്കുന്നത് ടൈമിൽ നിന്നാണ്. അപ്പൊ അതുകൊണ്ട് സമയം ഉണ്ടെങ്കിൽ എല്ലാം ഉള്ളൂ. സമയം തുടങ്ങുന്ന സ്ഥലത്ത് മാത്രമേ സയൻസിന് മീനിങ് തന്നെ ഉള്ളൂ. ആ അർത്ഥത്തിൽ ടൈം ഭയങ്കര ശരിയാണ്. Then there is so many other very interesting thing about ടൈം. ഫിസിക്സിൽ ടൈം എന്ന് പറഞ്ഞ ഒരു സാധനത്തിന് വലിയ പ്രസക്തി വന്നിട്ടുള്ള ഒരു സംഭവം. ഞാൻ എൻ്റെ അക്കാഡമിക് സെൻസിൽ നിന്നാണ് പറയുന്നത്, ഫിലോസഫിക്കൽ സെൻസിൽ നിന്നല്ല. വെറും സിമ്പിൾ അക്കാഡമിക് സെൻസിൽ മെക്കാനിക്സ് എന്ന് പറഞ്ഞ സാധനത്തിൽ ക്ലാസിക്കൽ മെക്കാനിക്സ് എന്ന് പറയുന്ന ഒരു സാധനം ന്യൂട്ടോണിയൻ കാലത്തുള്ള മെക്കാനിക്സ് ആണ്. ആ ക്ലാസിക്കൽ മെക്കാനിക്സ് നമ്മൾ കോർഡിനേറ്റ് സിസ്റ്റം അതിൽ XYZ എന്ന് പറയുന്ന 3 കോർഡിനേറ്റ് വെച്ച് സ്പേസിനെ പഠിക്കുക എന്നുള്ളതാണ്. പക്ഷെ ആൽബർട്ട് ഐൻസ്റ്റീൻ അതിലൊരു 4th ഗ്രേഡിയന്റും കൂടെ കൊണ്ടുവന്നു. അതാണ് എന്ത്? ടൈം. സ്പേസ് ടൈം കോർഡിനേറ്റ് സിസ്റ്റം. സ്പേസ് ടൈം കോർഡിനേറ്റ് സിസ്റ്റം നിങ്ങൾക്കറിയാം ആ തിയറിന്റെ പേരെന്താ? തിയറി ഓഫ് റിലേറ്റിവിറ്റി. ഇപ്പൊ റിലേറ്റീവ് സ്റ്റഡീസ് ആരംഭിച്ചപ്പോഴാണ് ഈ പറഞ്ഞ സ്പേസ് ടൈം. അപ്പൊ ക്ലാസിക്കൽ മെക്കാനിക്സിനെ എന്താക്കി മാറ്റി? ഒരു റിലേറ്റീവ് തിയറിയിലേക്ക് അപ്ഗ്രേഡ് ചെയ്തു. ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ ഏറ്റവും വലിയ കോൺട്രിബ്യൂഷനിൽ ഒന്നാണ് സയൻസ് വേൾഡിനുള്ള ഏറ്റവും വലിയ മാക്രോസ്കോപ്പിക് വേൾഡിൽ.
ഭൂമിയെക്കുറിച്ചും ഭൂമിക്ക് പുറത്തുള്ളതിനെക്കുറിച്ചും സ്റ്റാർസിനെ കുറിച്ചും യൂണിവേഴ്സലിനെ കുറിച്ചൊക്കെ പഠിക്കുന്നതിൽ ഐൻസ്റ്റീനെ ഭയങ്കരമായ വ്യത്യസ്തനാക്കുന്ന രണ്ട് കാര്യമാണ്. അദ്ദേഹത്തിന് നോബൽ പ്രൈസ് കിട്ടിയ രണ്ടെണ്ണം രണ്ട് എൻഡിലാണ്. സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി ഈസ് ഫോർ ദി മാക്രോസ്കോപ്പിക് വേൾഡ്, വൈൽ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ഈസ് മൈക്രോസ്കോപ്പിക് തിങ്. ഏറ്റവും ചെറുതിൽ നിന്ന് ഏറ്റവും വലുത് ഒരാൾ ചിന്തിച്ചു എന്നുള്ളതാണ്. ഭയങ്കരമായൊരു സംഭവമാണ്. അപ്പോൾ സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി അല്ലെങ്കിൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി അല്ലെങ്കിൽ റിലേറ്റിവിറ്റി ആസ് എ ഹോൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ അതിലേക്കുള്ള സ്വിച്ചിങ് ഓവർ എന്ന് പറയുന്നത് സ്പേസിൽ നിന്നും സ്പേസ് ടൈം കോർഡിനേറ്റിലേക്കുള്ള മാറ്റമാണ്. ആ അർത്ഥത്തിൽ ടൈം ശാസ്ത്രത്തിന് വലിയൊരു ദിശാബോധം കൊടുത്തൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ്. ടൈം ഈ പറഞ്ഞ ഒരുപാട് പോസിബിൾ ഫിക്ഷൻസിൻ്റെ അടിസ്ഥാനമാണ്. നിങ്ങൾ ഫിക്ഷൻസ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ യു മേ ഹേർഡ് അബൌട്ട് ടൈം മെഷീൻസ്, ട്വിൻ പാരഡോക്സ്, ഇങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ. ടൈം മെഷീൻസ് അല്ലേ, ടൈം മെഷീൻസ് നിങ്ങൾക്ക് ബേസിക് ആയിട്ട് അറിയുന്ന ടൈം മെഷീൻസ് എന്ന് പറഞ്ഞാൽ അതിൽ മൂവ് ചെയ്താൽ യു ക്യാൻ മൂവ് ബാക്ക്, യു ക്യാൻ മൂവ് ടു ദ പാസ്റ്റ് എന്ന് പറയുന്ന സാധനമാണ് ടൈം മെഷീൻ. അങ്ങനെ അത് ഒരാൾ കഥ എഴുതിയത് പോലെയല്ല. സത്യത്തിൽ അതിനൊരു സയന്റിഫിക് ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. ഇത് റിലേറ്റിവിസ്റ്റിക് ടൈമാണ്, ഇത് റെസ്റ്റ് ഫ്രെയിമിലെ ടൈമാണ്. ആക്ച്വലി ഇതാണ് അതിൻ്റെ ഒരു അടിസ്ഥാനം. അതെന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു ഇനേർഷ്യൽ ഫ്രെയിം, റിലേറ്റിവിറ്റിയിൽ ആ സാധനമാണ് എങ്ങനെയാണ് വരുന്നത് വെച്ചാൽ ഇനേർഷ്യൽ ഫ്രെയിം എന്ന് പറഞ്ഞാൽ ഭൂമിയിലിരിക്കുന്ന ഫ്രെയിം, അല്ലെങ്കിൽ ഭൂമിക്കൊപ്പം ഭൂമിയുടെ അതേ വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്ന ഏത് ഫ്രെയിം, ഒരു ഫ്രെയിം വിച്ച് ഈസ് അറ്റ് റെസ്റ്റ് or a frame which is moving with respect to another frame with uniform velocity. ഈ ഇനേർഷ്യൽ ഫ്രെയിമുകളിലെല്ലാം നിങ്ങൾ എങ്ങനെ ടൈമിനെ മെഷർ ചെയ്താലും ഒരേപോലെയാണ് കിട്ടുക. സപ്പോസ് യു പ്രൊഡ്യൂസ് എ ഫ്രെയിം വിച്ച് ഈസ് മൂവിങ് വിത്ത് എ കമ്പാരബിൾ വെലോസിറ്റി ഓഫ് ലൈറ്റ്, ലൈറ്റിൻ്റെ വേഗതയോട് കമ്പാരബിളായ വെലോസിറ്റിയിൽ സഞ്ചരിക്കാൻ കഴിയുന്ന ഒരു ഫ്രെയിം നിങ്ങൾ ഉണ്ടാക്കിയാൽ അവിടെ രണ്ട് ഇവൻറ്റുകൾക്കിടയിലുള്ള ടൈം വലുതാവും എന്നാണ് പറയുന്നത്. ടൈം ഡൈലേഷൻ ഹാപ്പൻസ്. ഒരു മൂവിങ് ഫ്രെയിമിനകത്ത് ടൈം ഡൈലേഷൻ ഹാപ്പൻസ്. അപ്പൊ ഞാൻ എന്തിനാ ഇന്നിത് പറയാൻ തീരുമാനിച്ചെന്ന് വെച്ചാൽ, നിങ്ങൾ ചെന്നെത്താൻ ആഗ്രഹിക്കുന്ന സ്ഥലം ഐസർ, അവിടെ നിങ്ങൾ സത്യത്തിൽ പ്രതീക്ഷിക്കേണ്ടതും ഇഷ്ടപ്പെടേണ്ടതും ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളിലേക്ക് നമ്മൾ ഉയർത്താനുള്ള സ്ഥലമായിട്ടാണ്. എന്തല്ല എത്രയും പെട്ടെന്ന് ഒരു ജോലി കിട്ടി, ഉടനെ വീട്ടിൽ അച്ഛന് ഹോം ലോണിന് സപ്പോർട്ട് ചെയ്ത്, അങ്ങനെയുള്ള ആൾക്കാർക്കുള്ള സ്ഥലമല്ല അത്. അല്ലെങ്കിൽ ഉടനെ റിലേഷൻഷിപ്പിലിരിക്കുന്ന ആളെ കല്യാണം കഴിച്ച് മക്കളുണ്ടാക്കി കാറ് വാങ്ങി, അങ്ങനെയുള്ള സ്ഥലമല്ല ഐസർ. ഐസർ കുറച്ച് പ്രാന്തന്മാർക്കുള്ള സ്ഥലമാണ്. ആ പ്രാന്തിലേക്ക് നിങ്ങളെ ക്ഷണിക്കുക എന്നുള്ളതും നമ്മുടെ ആറ്റിറ്റ്യൂഡ് അതാണ് എന്ന് നിങ്ങളുടെ മുന്നിൽ തുറന്നു കാണിക്കാനുമാണ് ഞാൻ ഈ ക്ലാസ്സിന് ഇങ്ങനെ. പക്ഷേ ഇങ്ങനെ അതുമാത്രം പറഞ്ഞു കൊടുത്ത് നമുക്ക് പരീക്ഷ പാസ്സാകാൻ പറ്റില്ല. ദിസ് ഇസ് ഓൺലി ഫോർ ദ ഫസ്റ്റ് 2-3 ക്ലാസ്സസ്. അതിനുശേഷം നമുക്ക് പഠിക്കാനുള്ളത് റിയലിസ്റ്റിക് ആയിട്ട് പിന്നെ നിങ്ങൾ അവിടെ ചെന്നിട്ട് പഠിക്കുക. ഐ വിൽ ഓൺലി ബി എ ഫസ്റ്റ് സ്റ്റെപ്പ് ഫോർ യുവർ ലൈക്ക് ലാഡർ. എനിക്കിപ്പോൾ കഴിഞ്ഞ ദിവസം ഇപ്പം നമ്മൾ പഠിപ്പിച്ചൊരു പയ്യനുണ്ടായി. ഒന്നല്ല, ലൈക്ക് ഇറ്റ് സ്റ്റാർട്ടഡ് ഫ്രം വൺ മിഥുൻ നീലകണ്ഠൻ ഫ്രം തൃശ്ശൂർ. ഞാൻ PC തോമസ് സാറിൻ്റെ അടുത്ത് പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ അവിടെ അദ്ദേഹം മാള ഭാഗത്തൊരു സ്ഥാപനം സ്റ്റാർട്ട് ചെയ്തു. മാള കൊമ്പുടിഞ്ഞ മക്കൽ എന്ന് പറഞ്ഞൊരു സ്ഥലം. PC തോമസ് കേട്ടിട്ടുണ്ടോ? പ്രൊഫസർ PC തോമസ് ഒരു കാലത്തെ എൻട്രൻസ്, ഞാനത് ആക്ച്വലി എൻ്റെ ബാലപാഠങ്ങൾ അവിടെ നിന്നാണ് തുടങ്ങുന്നത്. എൻ്റെ ലൈഫ് ഭയങ്കര കോച്ചിങ് സെൻ്ററായിരുന്നു. അടിപിടിയൊക്കെ ആയിരുന്നു, പട്ടാളച്ചിട്ടയും തല്ലുംപിടിയൊക്കെ ആയിരുന്നു. പക്ഷേ ഭയങ്കര രസമാണ്. നല്ല അടിപൊളി മെറ്റീരിയലും പഠിപ്പിക്കലും ഒക്കെ ഭയങ്കര കോമ്പറ്റീഷനുള്ള സ്ഥലം. അത് എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്. ആ കൊമ്പൊടിഞ്ഞ മാക്കൽ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ഒരു ചെറിയ പയ്യൻ, നെരുന്ത് പോലത്തെ ഒരു പയ്യൻ, അറ്റത്തിരുന്ന് ഇങ്ങനെ തുറിച്ച കണ്ണും കൂടി ഇങ്ങനെ നോക്കുക. എല്ലാവരും എന്ത് ചോദിച്ചാലും ക്ലാസ് കഴിഞ്ഞ് പോകുമ്പോഴേക്കും സാറെന്ന് പറഞ്ഞ് വലിച്ചു പയ്യൻ്റെ വരും. ഇങ്ങനെ ഓന് ചോദിക്കാനൊരു സംശയം ഉണ്ടാവും, എപ്പോഴും ഓന് ചോദിക്കാനൊരു സംശയം ഉണ്ടാവും.
അത് ഉണ്ടാക്കുന്നൊന്നുമല്ല, ജെന്യൂനാണ് നമുക്ക് കണ്ടാൽ തന്നെ അറിയാം. ഓൻ അതിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിക്കുന്നത് നമുക്ക് മനസ്സിലാവും. ആ സംശയത്തിൻ്റെ ഡെപ്ത് ഇങ്ങനെ കൂടി കൂടി വരുന്നത് നമുക്ക് മനസ്സിലാവും. അവൻ അവൻ്റെ അച്ഛൻ്റെ നിർബന്ധത്തിന് അവനെ നീറ്റ് ബാച്ചിലാണ് ഇരുത്തിയത്. പക്ഷെ അവന് മാത്സും ഫിസിക്സും ഭയങ്കര ഇഷ്ടമാണ്. ഓൻ എന്നിട്ട് ഫസ്റ്റ് ടൈമിൽ ഓൻ എന്ത് പഠിപ്പിച്ചാലും ഓൻ പഠിക്കും. അങ്ങനത്തെ ഒരുത്തനാണ്. നിങ്ങൾ പഠിപ്പിച്ചു കൊടുത്താൽ മതി, ഓൻ പഠിച്ചിട്ട് എന്ത് പഠിപ്പിച്ചാലും പഠിക്കും. അത് ഒറ്റ പ്രാവശ്യം വായിക്കുമ്പോൾ തന്നെ കാര്യങ്ങളൊക്കെയാണ്. ഫസ്റ്റ് ടൈമിൽ തന്നെ MBBSൻ്റെ റാങ്ക് കിട്ടി. സംതിങ് 120, അന്ന് റാങ്ക് ഉള്ള കാലമാണ്, മറ്റേ കേരള റാങ്ക് ഉള്ള കാലമാണ്. കേരള റാങ്ക് 121 റാങ്ക് കിട്ടി. സ്വാഭാവികമായിട്ട് എല്ലാവരും മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ എടുക്കുകയാണ്. കുടുംബക്കാരും നാട്ടുകാരും സകലരും പറഞ്ഞു. അപ്പോഴേക്കും ഓൻ കുറച്ച് ഓൻ്റെ ആഗ്രഹങ്ങൾ എന്താണെന്ന് ഓന് കൃത്യമായിട്ട് മനസ്സിലായി. ആ സമയത്ത് ഓൻ ഈ പറഞ്ഞ പോലെ IIST, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് എഡ്യൂക്കേഷൻ ആൻഡ് IISTൻ്റെ പരീക്ഷ എഴുതിയിരുന്നു. ട്രിവാൻഡ്രം IIST. അവിടെ അവന് അഡ്മിഷൻ കിട്ടിയിട്ടുണ്ടായി. അവൻ അതിന് പോയി. Now he's in BARC, I think. Baba Atomic Research Central. He's a scientist now. ഞാൻ അവനെ പഠിപ്പിച്ച 2007 അവിടെ പോയി, 2009 2008-2009. അപ്പോൾ ഏറ്റവും അവസാനം ഒരു 2016 ഒരു എക്സ്പീരിയൻസ് ആണ്. മിസ്റ്റർ മുഹമ്മദ് സജീർ, വടകര, എൻ്റെ നാട്ടിൽ ഞാൻ ഒരു സ്ഥാപനത്തിൽ പഠിപ്പിച്ചപ്പോൾ ഇത് പറഞ്ഞ പോലത്തെ ഒരു പയ്യൻ, ഒരു ഭ്രാന്തൻ, എന്തെല്ലോ ചോദിക്കും, എവിടുന്നൊക്കെയോ എന്തൊക്കെയോ വായിക്കും. ആദ്യമൊക്കെ നമുക്ക് ദേഷ്യം പിടിക്കും, എന്താണ് ഇത്. പക്ഷേ ചെക്കന് ഫിസിക്സ് എന്ന് പറഞ്ഞാൽ ഭ്രാന്താണ്. ഫിസിക്സ് പഠിപ്പിക്കണ മാഷന്മാർ എവിടെ കണ്ടാലും ഓൻ വിടൂല. ഓന് ഫിസിക്സ് എന്ന് പറഞ്ഞാൽ ഭ്രാന്ത്, ശരിക്കും ഭ്രാന്താണ്. ഓൻ ഒറ്റ ആഗ്രഹമുള്ളൂ, അടുത്ത ഗ്രാജുവേഷന് ഫിസിക്സ് പഠിക്കണം. അങ്ങനെ ഫിസിക്സിന് അവന് നല്ല മാർക്ക് മേടിക്കണം. +2 നല്ല മാർക്ക് മേടിച്ചാലേ BSc ഫിസിക്സിന് അഡ്മിഷൻ കിട്ടുള്ളൂ എന്ന് മനസ്സിലായി. അങ്ങനെ നന്നായിട്ട് പഠിച്ചു. പക്ഷെ ഇംഗ്ലീഷ് ചെരണ്ടത്തൂര്, എൻ്റെ സ്ഥലത്തിൻ്റെ പേര് ചെരണ്ടത്തൂരാണ്. വടകരയിൽ നിന്ന് ഉള്ളോട്ട് പോകണം, മുയിപ്പോത്ത് എന്നൊക്കെ പറഞ്ഞ സ്ഥലത്താണ്. വെരി റൂറൽ ഏരിയ. അവൻ്റെ ഭാഗത്ത്, അവൻ്റെ കുടുംബത്തിൽ നിന്ന് തന്നെ ആരെങ്കിലും കോളേജിൽ പോയിട്ടൊന്നും ഉണ്ടാവില്ല. അങ്ങനത്തെ ഒരു വെരി ഓർത്തഡോക്സ് മുസ്ലിം ഫാമിലി. ചെക്കനാണെങ്കിൽ അങ്ങനെ. അവൻ്റെ അച്ഛൻ പക്ഷേ നല്ല ബോധമുള്ള കഥയുള്ള ഒരാളാണ്. അയാൾ കുറച്ച് പഠിച്ചിട്ടുണ്ട് കേട്ടോ. അയാളൊരു LP സ്കൂൾ മാഷം കണ്ടാണ്. അങ്ങനെ തോന്നുന്നു. ഈ ചെക്കൻ അങ്ങനെ നല്ല മാർക്ക് വാങ്ങി. പക്ഷെ അവൻ ഇംഗ്ലീഷും ലാംഗ്വേജിനൊന്നും തീരെ മാർക്കില്ല. പോരാത്തതിന് ഈ പാട്ടുപാടി ഡാൻസ് കളിക്കുന്നവർക്കൊക്കെ A+ കിട്ടുന്ന കാലമാണ്. പിന്നെ അവസാനം അഡ്മിഷൻ കിട്ടാൻ ഭയങ്കരമായിട്ട് പ്രയാസപ്പെട്ടു. ഫിസിക്സിന് കൊടുക്കാം. ഫാറൂഖ് കോളേജിൽ, കോഴിക്കോട് ഫാറൂഖ് കോളേജിൽ BScക്ക് അഡ്മിഷനായി എന്നാണ് എൻ്റെ ഓർമ്മ. അതെ. അപ്പം തൊട്ട് അവൻ എന്നോട് ചോദിക്കുന്നുണ്ട്, സാർ എനിക്ക് നല്ലൊരു സ്ഥലത്ത് നിന്ന് ഫിസിക്സ് മാത്രം നല്ലോണം പഠിക്കാൻ പറ്റുന്ന സാർ. അപ്പോഴാണ് ഞാൻ അവനോട് ജാം എന്ന് പറഞ്ഞൊരു പരീക്ഷയെ കുറിച്ച് പറഞ്ഞത്. ജോയിൻ്റ് അഡ്മിഷൻ ഫോർ MSc എന്ന് പറഞ്ഞിട്ട് പരീക്ഷ, ജാം. അതേപോലെ ഗേറ്റിലൂടെ NITകളിലേക്കും IITകളിലേക്കും MTech പോലത്തെ അഡ്മിഷൻസ്, ഗ്രാജുവേഷൻ ഇൻ ഫിസിക്സിൽ കുട്ടികൾക്ക് എഴുതാൻ പറ്റും. അന്ന് നിങ്ങൾ ഈ പറഞ്ഞ ഐസറൊന്നും അത്ര കൂടുതൽ എണ്ണം ഉണ്ടായിട്ടില്ല, വളരെ കുറച്ചേ ഉള്ളൂ. അത് ഭയങ്കര ടൈറ്റുള്ളൊരു മനസ്സിലാവും. അതെനിക്കൊന്നും JEE-യിലൂടെ തന്നെയായിരുന്നു ഒന്ന് എടുത്തുകൊണ്ടിരുന്നത്. ഐസറിൻ്റെ എക്സ്ക്ലൂസീവ് എൻട്രൻസ് എക്സാമിനേഷൻ ആയിട്ടില്ല, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. അതിൽ ജാം പരീക്ഷയിൽ ഹി ഗോട്ട് സെലക്ടഡ് ടു വൺ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ MSc ഇൻ NIT. ഏതൊരു NITയിൽ MSc ചെയ്തു. And he did his PhD from IIT and started PDF in IISc. Now he is in Germany. ഒരു ഇന്ത്യയും ജർമ്മൻ ഗവൺമെൻറ്റും തമ്മിൽ യുണൈറ്റ് ചെയ്ത് ചെയ്യുന്ന ഏതൊരു പ്രോജക്റ്റിൽ ജൂനിയർ സയൻറ്റിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാം. ഭയങ്കര എക്സൈറ്റിങ്. അപ്പോൾ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ, ആ ഒരു ഭ്രാന്ത് ഉണ്ടെങ്കിൽ നമുക്കിത് മുന്നോട്ട് പോകാൻ പറ്റും. എത്ര കാലം പഠിക്കുക, 4 കൊല്ലം പഠിച്ചിട്ട് ജോലി, അങ്ങനെയൊന്നുമില്ല. ലൈഫ് ടൈം പ്രോസസ്സാണ്. അതിനൊരു പാഷൻ വേണം.
നിങ്ങൾക്ക് ഉള്ളതുകൊണ്ടാണ് തീർച്ചയായിട്ടും എനിക്കും അറിയാം നിങ്ങൾക്ക് അതുള്ളതുകൊണ്ടാണ് നിങ്ങൾ ഇവിടെ വന്നത്. അല്ലാണ്ട് ഐസറിൽ പഠിച്ചാൽ ജോലി കിട്ടാൻ വേണ്ടിയല്ല വരുന്നത് നിങ്ങൾക്കറിയാം. ഐസറിൽ പഠിച്ചാൽ ജോലിയല്ല കിട്ടുക, ഐസറിൽ പഠിച്ചാൽ നോളജ് കിട്ടും. ആ നോളജിനെ ജോലിയാക്കി മാറ്റുന്നത് നമ്മളും അല്ല, നമ്മുടെ നോളജിനെ ജോലിയാക്കി മാറ്റാൻ പറ്റുന്ന ഒരുപാട് ആൾക്കാർ വേറെയുണ്ട്. ഇപ്പോൾ ലൈക്ക് നിങ്ങൾ റിസർച്ചിലൂടെ ആയിരിക്കും പോവുക. അപ്പോൾ ഇന്നോവേഷൻസിന് വേണ്ടിയുള്ള ഒരുപാട് എന്തുണ്ട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. ഒരു നമ്മളെ ഹയർ ചെയ്യാണ് ചെയ്യുക, ഈ പർട്ടിക്കുലർ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആൾ. അന്ന് നമ്മളെ സയൻറ്റിസ്റ്റായിട്ട് ഹയർ ചെയ്യാണ് ചെയ്യുക. അത് ഒന്നുകിൽ ഗവൺമെൻറ് ആയിരിക്കാം, അതല്ലെങ്കിൽ പ്രൈവറ്റ് കമ്പനികളായിരിക്കാം. എന്ത് തന്നെയാണെങ്കിലും ഭയങ്കര രസമുള്ള ലൈഫാണ്. ഒന്ന്, നിങ്ങൾക്ക് ശമ്പളം കിട്ടുന്നത് എന്തിനു വേണ്ടിയാണ്? നിങ്ങൾ ആസ്വദിക്കുന്ന ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയാണ്. ഫുട്ബോളേഴ്സും ക്രിക്കറ്റേഴ്സൊക്കെ പോലെയാണ്. പക്ഷെ അതിനേക്കാളും നല്ലതാണ്. കാര്യം ഫുട്ബോളേഴ്സിന് 35-40 വയസ്സ് മാക്സിമം. ക്രിസ്ത്യാനോ റൊണാൾഡോനെയൊക്കെ മാറ്റി വെച്ചാൽ എല്ലാവരും ഒരു 34 ആകുമ്പോൾ പറയും റിട്ടയർ ചെയ്യണം. അതൊരു പീക്ക് ടൈം. നിങ്ങൾക്കൊരു 24 വയസ്സ് മുതൽ 34 വയസ്സ് വരെ എൻജോയ് ചെയ്യുന്നതിന് ശമ്പളം കിട്ടുള്ളൂ. സയൻറ്റിസ്റ്റ് അങ്ങനെയല്ല. മരിക്കുന്നത് വരെ അയാൾ ഇഷ്ടപ്പെട്ട സാധനം ചെയ്യുന്നതിന് അയാൾക്ക് ശമ്പളവും കിട്ടും. അയാൾ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ അയാൾക്ക് ചുറ്റുമുള്ള ആൾക്കാർ മുഴുവനും അയാൾക്ക് സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കും. കാര്യം ഇയാൾ ചെയ്യുന്ന ഇഷ്ടപ്പെട്ട കാര്യത്തിൻ്റെ ഔട്ട്പുട്ടാണ് അവരുടെ പ്രോഡക്റ്റ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇങ്ങനെ നിങ്ങൾക്ക് വരയ്ക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, നിങ്ങളൊരു ചിത്രം വരച്ച് അടുത്ത ഇറങ്ങുമ്പോഴേക്കും അടുത്ത അടിപൊളി വേറെ ക്യാൻവാസ്, അടുത്ത ചിത്രം വരച്ചു. See how beautiful your life will be. Like you are always doing something which excite yourself, which excite you, and you are being paid for your excitement. നല്ല ചോദിക്കേ, നിങ്ങൾക്ക് ഇങ്ങനെ ലഹരി ഉണ്ടാവുന്നു, ആ ലഹരി നിങ്ങൾക്ക് ഇങ്ങനെ പേയ്മെൻറ്റും തരുന്നു. ആൻഡ് ഇറ്റ്സ് ഗിവിങ് യു ലൈഫ്. ശരി, ഏറ്റവും സന്തോഷമുള്ള ആൾക്കാരാരെന്ന് ചോദിച്ചാൽ ഞാൻ പറയാം സയൻറ്റിസ്റ്റുകളാണ്. ഏറ്റവും സന്തോഷത്തോടെ ജീവിക്കുന്ന ഒരു സയൻറ്റിസ്റ്റുകളായി. പക്ഷേ ആ സന്തോഷം എന്ന് പറയുന്നത് പുറമേ നിന്നുള്ള ഒരാൾ കാണുമ്പോൾ ഉള്ള സന്തോഷമായിരിക്കില്ല കേട്ടോ. പുറമേ ഉള്ള ഒരാൾ സന്തോഷം എന്ന് പറഞ്ഞാൽ പീസ്ഫുള്ളായ ആ സന്തോഷം, പീസ്ഫുള്ളായ സന്തോഷമായിരിക്കില്ല, ഡിസ്റ്റർബിങ് സന്തോഷമായിരിക്കും. എപ്പോഴും ദേ വിൽ ബി ഇൻ സെർച്ച് ഓഫ് സംതിങ്, എപ്പോഴും അലട്ടിക്കൊണ്ടിരിക്കുന്ന എന്തൊരു ചോദ്യം. പണ്ടൊക്കെ ഈ സയൻറ്റിസ്റ്റുകളുടെ ലൈഫ് ഭയങ്കര സങ്കടമുള്ള ലൈഫായിരുന്നു. ഇപ്പം അങ്ങനെയല്ല. അയ്യോ, നമ്മൾ സയൻറ്റിസ്റ്റ് എന്ന് പറയുന്ന വിളിക്കുന്ന ആൾക്കാരൊക്കെ പണ്ട് കല്ലെറിഞ്ഞു കൊന്നിട്ടൊക്കെ ഉണ്ട്. ആരാ? പ്ലൂട്ടോൻ ആൾക്കാരെല്ലാവരും കൂടി കല്ലെറിഞ്ഞു വന്നതാണ്. അയാൾ ചെയ്തത് അയാൾ സയൻസ് പറഞ്ഞു. ഗലീലിയോ ജീവിതത്തിൽ നല്ലൊരു പങ്ക് ജയിലിലായിരുന്നു. അയാൾ പറഞ്ഞു ഭൂമിയെ സൂര്യനെ കറങ്ങല്ല, ഭൂമിയെ സൂര്യൻ കറങ്ങല്ല, സൂര്യനെ ഭൂമിയാണ് കറങ്ങുന്നത്. അരിസ്റ്റോട്ടലിനെ ജനങ്ങളെല്ലാവരും കൂടി വിഷം കൊടുത്തു വന്നു. റെഡി? അരിസ്റ്റോട്ടല സോക്രട്ടീസിനെ വിഷം കൊടുത്തു വന്നു. അപ്പോൾ ഒരു കാലത്ത് ശാസ്ത്രം പഠിപ്പിക്കുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര പാതകമായിരുന്നു. ഇപ്പം അങ്ങനെയല്ല. ഇപ്പം ശാസ്ത്രം കൊണ്ടാണ് ലോകം ജീവിക്കുന്നത്. സോ യു വിൽ ബി ഹാപ്പി. ഓക്കെ, ഞാൻ വെറുതെ കുറച്ച് ഡയലോഗ് അടിക്കാൻ വേണ്ടി പറഞ്ഞെന്ന് മാത്രം. ഇതൊന്നും കാര്യമില്ല. ഇതും ഇങ്ങനെ പറഞ്ഞു നടന്നാൽ നമുക്ക് നമ്മുടെ പാഷനിലേക്ക് എത്താൻ പറ്റില്ല. നമ്മുടെ പാഷനിലേക്ക് എത്തണമെങ്കിൽ വി നീഡ് അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ട്. അത് ഇന്ത്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെ ഒരു വലിയ ലിമിറ്റേഷനാണ്. നിങ്ങൾ എത്ര വലിയ നോളജുള്ള ആളായിട്ടും കാര്യമില്ല, നിങ്ങൾ എത്ര പാഷനേറ്റ് ആയിട്ടും കാര്യമില്ല. നിങ്ങൾക്ക് പല സ്ഥലങ്ങളിലും പോയിട്ട് നിങ്ങളെ പ്രൂവ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ്സ് വേണം. അങ്ങനെ മാറി മാറി വരുന്നുണ്ട് കുറച്ചൊക്കെ. അതുകൊണ്ട് നമുക്ക് അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് തന്നെ ചിന്തിച്ച് മുന്നോട്ട് പോകാം. ഞാൻ നെക്സ്റ്റ് വീക്ക് ഓൺവേർഡ്സ് നമ്മൾ സീരിയസ് ആയിട്ടുള്ള ക്ലാസ്സസിലേക്ക് കടക്കും. അതിൻ്റെ ഒരു തുടക്കം എന്നോണം പറയാം. ഇന്ന് ഞാൻ പഠിപ്പിക്കാമെന്ന് വിചാരിച്ചല്ല, ബട്ട് സ്റ്റിൽ ഇവിടേക്ക് എത്തിയ സ്ഥിതിക്കും കുറച്ചും കൂടെ ടൈം മുന്നിലുള്ളതുകൊണ്ട് ഞാനൊരു സിമ്പിളായിട്ടുള്ള ചോദ്യം ചോദിക്കാം. ഇതൊരു ഇക്വിലാറ്ററൽ ട്രയാങ്കിളാണ്, ഇതൊരു വെക്ടറാണ്. ഇക്വിലാറ്ററൽ ട്രയാങ്കിളാണ്. വാട്ട് ഇസ് ദ ആംഗിൾ ബിറ്റ്വീൻ എ ആൻഡ് ബി? ഓരോരുത്തരായിട്ട് ഉത്തരം പറയും. ഈച്ച് വൺ ആൻസർ. 60 അല്ലാത്ത വേറെ ആരെങ്കിലും ആൻസർ ഉണ്ടോ? ഇവിടെയാണ് നമ്മളുടെ പ്രശ്നം സ്റ്റാർട്ട് ചെയ്യുന്നത്.
മനസ്സിലായല്ലേ? നമ്മൾ വലിയ കാര്യങ്ങൾ പഠിക്കാൻ പോകുമ്പോൾ അതിലെ ചെറിയ കാര്യങ്ങളുടെ കൃത്യത ഇല്ലെങ്കിൽ വലിയ കാര്യങ്ങൾ ഒരിക്കലും നമുക്ക് എന്താവില്ല, ശരിയായിട്ട് ആൻസർ ചെയ്യാൻ പറ്റില്ല. ഒരു വെക്ടറിന് ഒരു ഹെഡും ഉണ്ട് ടെയിലും ഉണ്ട് അല്ലേ? ഹെഡ് ആക്ച്വലി അതിൻ്റെ പ്രൊപ്പഗേഷൻ്റെ ഡയറക്ഷനാണ്, ടെയില് തുടക്കമാണ്, ഒറിജിൻ ഓഫ് വെക്ടർ. സത്യത്തിൽ രണ്ട് വെക്ടറുകൾ തമ്മിലുള്ള ആംഗിൾ ടെയിലും തമ്മിലുള്ള ആംഗിൾ മാത്രമാണ്. ഇതാണ് ആംഗിൾ. നിങ്ങൾ ഇതല്ലേ 60 എന്ന് പറഞ്ഞ്, ഇത് ഹെഡും, ഇത് പറയും ഹെഡും ടെയിലും തമ്മിൽ ആംഗിൾ എടുക്കാൻ പാടില്ല. എത്ര സിമ്പിൾ ഇൻഫർമേഷനാ. ഇതല്ലേ ഏറ്റവും അടിസ്ഥാനം. ബട്ട് വി ആർ റോങ് ഇൻ ഇറ്റ്. അപ്പൊ മനസ്സിലായില്ലേ എന്തുകൊണ്ടായിരിക്കും നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ പലതും തെറ്റിപ്പോകുന്നത്? നമ്മളെ ഫണ്ടമെന്റൽ ഐഡിയയിൽ പല തെറ്റുകളും എക്സിസ്റ്റ് ചെയ്യുന്നുള്ളതുകൊണ്ടാണ്. അപ്പൊ പിന്നെ എങ്ങനെ ആംഗിൾ കണ്ടുപിടിക്കുക? അതിനാണ് പാരലൽ ഷിഫ്റ്റിംഗ് എന്ന് പറയും. ഒരു വെക്ടർ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? പാരലലി അങ്ങോട്ടേക്ക് മാറ്റാം. ഒരു മാറ്റവും ഇല്ല, മാഗ്നിറ്റ്യൂഡും മാറൂല, ഡയറക്ഷനും മാറൂല. ആ വെക്ടറിനെ എനിക്ക് എന്ത് തന്നെ വിളിക്കാം? എ എന്ന് തന്നെ വിളിക്കാം. കാരണം മാഗ്നിറ്റ്യൂഡും മാറിയിട്ടില്ല, ഡയറക്ഷനും മാറിയിട്ടില്ല. ഇപ്പൊ പറയും എയും ബിയും തമ്മിലുള്ള ആംഗിൾ എത്രയാ? ബിയും സിയും തമ്മിൽ പറയും 120. സിയും ഡിയും തമ്മിൽ പറയും 120. ഇവരുടെ ആംഗിളുകളുടെ സം എത്രയാ? 360. അതുകൊണ്ടാണ് ഇറ്റ്സ് ഫോമിങ് എ ക്ലോസ്ഡ് ലൂപ്പ് ഇൻ ഓർഡർ. മനസ്സിലാവുണ്ടോ പറയണേ? ഓർഡറിൽ അത് ഉണ്ടാക്കുന്നത് കൊണ്ടാണ്. അപ്പം രണ്ട് വെക്ടേഴ്സ് തമ്മിലുള്ള ആംഗിൾ ഇസ് ദ ആംഗിൾ ബിറ്റ്വീൻ ടെയിൽസ്. ഒരു ഹെഡും ഒരു ടെയിലും ആണ് മുട്ടി നിൽക്കുന്നതെങ്കിൽ വി ഹാവ് ടു പാരലലി ഷിഫ്റ്റ് ടു ഫൈൻഡ് ദ കറക്റ്റ് ആംഗിൾ ബിറ്റ്വീൻ ദം. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ലെക്ചർ നോട്ട്സ് ഒക്കെ എഴുതി തുടങ്ങാം ഇഫ് യു വാണ്ട്. ഈ ആംഗിൾ 120 ഡിഗ്രിയാണ്, ഈ ആംഗിൾ 120 ഡിഗ്രിയാണ്. അല്ലെങ്കിൽ ഈ പറഞ്ഞ രണ്ട് വെക്ടർ ഇത് ഓർഡറിലാണ് നമുക്ക് പറയാം. ലൈക്ക് ഒരാളുടെ ടെയില് ആരംഭിക്കുന്ന മറ്റേ പറയും ഒരു കണ്ടിന്യൂറ്റി ഉണ്ട് വരും തമ്മിൽ. ഈ മൂന്നെണ്ണം പറയും ഓർഡറിലാണ്, ഒരു കൈൻഡ് ഓഫ് ക്ലോക്ക് വൈസ് ഓർഡർ ഉണ്ടാക്കണം കറക്കത്തിന്. ശരി, ഇപ്പൊ ഇവിടെ ഒരു കറക്കത്തിന്റെ പറയും ക്ലോക്ക് വൈസ് ഓർഡർ ഉണ്ടാക്കാണ്. മനസ്സിലാവണല്ലേ പറയണേ? ഇനിയാണ് നമ്മൾ പറയണേ ഈ രണ്ട് വെക്ടേഴ്സ് ഓർഡറിലാണ്, മൂന്നാമനവൻ പറയും ആ ഓർഡറിലല്ല, അതിന്റെ ഓപ്പോസിറ്റ് ഓർഡറിലാണ്. മനസ്സിലാവണല്ലേ പറയണേ? റിവേഴ്സ് ഓർഡറിലാണ്. അപ്പം ഒന്നിൽ കൂടുതൽ വെക്ടറുകൾ ഒരു ഓർഡർ ഉണ്ടാക്കുന്നു. ഇപ്പൊ ഇവിടെ എനിക്ക് പറയാം ഇവരെല്ലാം ഒരു ഓർഡർ ഉണ്ടാക്കുന്നുണ്ട്. ഇവൻ ആ ഉണ്ടാക്കിയ ഓർഡറിന്റെ റിവേഴ്സ് ഓർഡറിലാണ്. അപ്പൊ അതാണ് വെക്ടർ ഇൻ ഓർഡർ, വെക്ടർ ഇൻ റിവേഴ്സ് ഓർഡർ എന്നൊക്കെ പറയുന്ന ഒരു കൺസെപ്റ്റ് ആണ്. റെഡി? ഇനി നമ്മള് വെക്ടേഴ്സിനെ കുറിച്ച് പറയുന്നതിൽ വെക്ടറുകളെ ആഡ് ചെയ്യുന്ന ഒരു കൺസെപ്റ്റ് ആയിരുന്നു പഠിച്ചത്. വെക്ടർ ആഡ് ചെയ്യുന്നത് ഇങ്ങനെയാണ് നിങ്ങൾ പഠിച്ചത്. രണ്ട് വെക്ടേഴ്സ് ഓർഡറിലാണെങ്കിൽ അല്ലേ, രണ്ട് വെക്ടേഴ്സ് ഓർഡറിലാണെങ്കിൽ ഇവന്റെ സമ്മ് മൂന്നാമത്തെ വെക്ടറിൻ റിവേഴ്സ് ഓർഡർ, മൂന്നാമത്തെ വെക്ടറിൻ റിവേഴ്സ് ഓർഡർ. രണ്ടിൽ മാത്രമേ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ? അല്ല, ഇവരുടെ സമ്മോ n-1 വെക്ടർ. ശ്രദ്ധിക്കണം, എങ്ങനെ n-1 വെക്ടേഴ്സ് ഓർഡറിലാണെങ്കിൽ ഇവരുടെ സമ്മ് nth വെക്ടർ ഇൻ ദി റിവേഴ്സ് ഓർഡർ. ഇതിനെയാണ് പോളിഗോണൽ
ലോ ഓഫ് വെക്ടർ അഡീഷൻ എന്ന് പറയാം. കേൾക്കുന്നുണ്ടാ? ഇതാണ് എന്ത്? അപ്പൊ ട്രയാങ്കുലാർ ലോ എന്ന് പറഞ്ഞാൽ ട്രയാങ്കിളിലാണ്. ഇത് പഠിക്കും. അപ്പം റെക്ടാങ്കുലാർ ലോ ഓഫ് വെക്ടർ അഡീഷൻ ഉണ്ടാവുമോ? ഉണ്ടാവും. എന്തായിരിക്കും റെക്ടാങ്കുലാർ ലോ ഓഫ് വെക്ടർ അഡീഷൻ? If 3 sides are in order, then the third side will be in the pentagonal law of vector addition. ഉണ്ടാവോ? എന്തായിരിക്കും അത്? If 4 sides are in order and sides of a pentagon, then the fifth side in the reverse order will be the sum of all those vectors. So tell me, what will be the polygonal law of vector addition? If there are n minus 1 vectors in order and the adjacent sides of a polygon, then the nth side in the reverse order will be the sum of all those n minus 1 sides. Got it? So simple. എഴുതി വെച്ച് വേണ്ടെന്ന് വെച്ചാൽ polygonal law and triangular law. Triangular law പറയുന്നത് two sides in order, two adjacent sides of a triangle in order are two vectors, then sum is equal to third vector in the reverse side. ഞാൻ പറയണോ അതോ നിങ്ങൾ എഴുതുമോ? പറയണോ? ഓക്കെ. Triangular law of vector addition. If two vectors are represented as adjacent sides of a triangle, if two vectors are represented as adjacent sides of a triangle in order, then the third side represents then the third side in the reverse order represents sum of those two vectors. ഇത് ഇവർ തമ്മിലുള്ള ആംഗിൾ ആണ്. പാരലലി ഷിഫ്റ്റ് ചെയ്യണം തീറ്റ. ഇവിടെ നിങ്ങൾക്ക് സി ഈക്വൽ ടു പറയും എ പ്ലസ് ബി. ഈ ചിത്രം വരയ്ക്കാം. സി ഈക്വൽ ടു എ പ്ലസ് ബി. അതിലെ സിന്റെ മോഡുലസ് ഓർമ്മയില്ലേ? ഓർമ്മയുണ്ടോ? റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab cos theta. A square plus b square plus 2ab cos theta. ഓക്കെ. വേറെ ആരുള്ള? ഒരാളിനേ ഉള്ളൂ. അറിയോ? അടുത്തുള്ള പള്ളിയും അറിയോ? പറയാം. ശരി.
ഇനി പോളിഗോണൽ ലോ എന്താ പറയാ? ഇത് എ ആണ്, ഇത് ബി ആണ്, ഇത് സി ആണ്, ഇത് ഡി ആണ്, ഇത് ഇ ആണ്. അപ്പോൾ നമ്മൾ പറയും വെക്ടർ ഇ ഈക്വൽ ടു പറയും വെക്ടർ എ പ്ലസ് വെക്ടർ ബി പ്ലസ് വെക്ടർ സി പ്ലസ് വെക്ടർ ഡി. റെഡി? റെഡി? അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ബേസിക് ആയിട്ടുള്ള എഴുതി തരണം അല്ലേ? പറയണം. അങ്ങനെയാണോ ആവശ്യം? ആണോ? വേണോ? വേണോ? വേണം. ഓക്കെ. മെജോറിറ്റിക്ക് വേണമെങ്കിൽ ഞാൻ ചെയ്യണം. എഴുതി വെച്ചുള്ളൂ. ഇഫ് n-1 vectors, polygonal law of vector addition കേട്ടോ, polygonal law of vector addition. If n-1 vectors in order, if n-1 vectors in order represents adjacent sides of a polygon, if n-1 vectors in order represents adjacent sides of a polygon, then nth side in the reverse order represents nth side in the reverse order represents nth side in the reverse order represents sum of those n vectors. Nth side in the reverse order represents sum of those n vectors. Sum of those n-1 vectors. Sorry. Sum of those n-1 vectors. ഇതിനെ വേറെ രൂപത്തിൽ എഴുതാം. സപ്പോസ് ഇതിനെ ഇങ്ങനെ എഴുതിയെങ്കിലോ? ഇതിന്റെ സംബന്ധിക്കും സപ്പോസ് ഈ ഇങ്ങനെയായിരുന്നെങ്കിൽ നോക്ക്, നമ്മള് എയും ബിയും കൂടെ കിട്ടിയാൽ ഇതല്ലേ എ പ്ലസ് ബി? സിമ്പിളാ. ഞാൻ എന്താ പറയണമെന്നറിയോ? എ ബി സി ഡി ഇ. ഞാൻ പറയണ കൺസെപ്റ്റ് ഇതാണ്. ഞാൻ നിങ്ങളോട് പറയാണ് എ പ്ലസ് ബി പ്ലസ് സി പ്ലസ് ഡി പ്ലസ് ഇ 0 ആയിരിക്കും എന്നാണ് ഞാൻ പറയാൻ പോണത്. എങ്ങനെ ഞാൻ കാണിച്ചു തരാം. ഇതും കൂടെ കൂട്ടിയാൽ എ പ്ലസ് ബി. കുഴപ്പമില്ലല്ലോ. ഇൻ ദ റിവേഴ്സ് ഓർഡർ. അപ്പൊ ഇതാണ് എ പ്ലസ് ബി. ഇതും കൂടെ കൂട്ടിയാൽ റിവേഴ്സ് ഓർഡർ, റൈറ്റ്? അപ്പൊ ഇതാരാ? എ പ്ലസ് ബി പ്ലസ് സി. ശരി. ഇതും കൂടെ കൂട്ടിയാൽ ഇത്. ആം ഐ റൈറ്റ്? അപ്പൊ ഇതെന്താ? എ പ്ലസ് ബി പ്ലസ് സി പ്ലസ് ഡി. സംശയമുണ്ടോ? ഇനി ഇവരെ നോക്കി നോക്കുങ്ങൾ. ഇവരെങ്ങനെയുണ്ട്? ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ്. അപ്പൊ എ പ്ലസ് ബി പ്ലസ് സി പ്ലസ് ഡി പ്ലസ് ഇ. റെഡി? അങ്ങനെയാണ് ഇതൊരു നിയമമായിട്ട് പറയും. സോ ടെൽ മീ വാട്ട് ഈസ് ദ സം ഓഫ് ഇറ്റ്? 0. What is the sum of it? 0. If I write 1, 2, 3, 4, 5, 6, what is the sum of it? 0. അപ്പൊ അതും പോളിഗോണൽ ലോ ഓഫ് വെക്ടർ അഡീഷന്റെ വേറെ രൂപമാണ്. അപ്പൊ എങ്ങനെയാ പറയാ? ഇഫ് n vectors are forming a polygon in order, then sum of all those n vectors are zeros. മറ്റൊരു ഫോമാണ്. n വെക്ടറുകൾ ഒരു പോളിഗൺ ഉണ്ടാക്കിയാൽ ഓർഡറിൽ അവരുടെ സം എന്താണ്? 0 ആണ്. ഏറ്റവും സിമ്പിൾ ആയിട്ട് നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് ആലോചിച്ചാൽ മതി. ഡിസ്പ്ലേസ്മെന്റ് ഒരു വെക്ടർ അല്ലേ? ഒരാൾ പോയ ഡിസ്പ്ലേസ്മെന്റ് ആണ് ഓരോ വെക്ടറെങ്കിലും അയാൾ എന്താ ചെയ്ത് തുടങ്ങിയെടുത്ത് തന്നെ തിരിച്ചു. അപ്പൊ എല്ലാ വെക്ടേഴ്സിന്റെ സം എന്തായി? 0 ആയി. If n vectors form a polygon in order,
then sum of all those n vectors is 0. അങ്ങനെ പറയാം. അല്ലെങ്കിൽ n-1 vectors ഓർഡറിൽ എഴുതിയാൽ nth vector in the reverse order represents sum of those two vectors എന്ന് എഴുതാം. Anything is possible. നിങ്ങൾ ആലോചിച്ച് നോക്ക്, രണ്ട് വെക്ടേഴ്സ് എഫ് ആൻഡ് എഫ്, ഇവർ തമ്മിലുള്ള ആംഗിൾ 180, സം എത്രയാ? പറയേ 0. മൂന്ന് വെക്ടേഴ്സ് ഈക്വൽ മാഗ്നിറ്റ്യൂഡ് എഫ് എഫ് എഫ്, സം എത്രയാ? 0. ഓരോരുത്തർ തമ്മിലുള്ള ആംഗിൾ എത്രയാ? 120 എന്ന് വെച്ചാൽ 2π/3. ശരി. 4 വെക്ടേഴ്സ് ഈക്വൽ മാഗ്നിറ്റ്യൂഡ് ഫോം എ സ്ക്വയർ, സം എത്രയാ? തമ്മിലുള്ള ആംഗിൾ എത്രയാ എന്ന് വെച്ചാൽ എത്രയാ? 2π/4. So tell me, what is the sum of n vectors of equal magnitude forming a polygon making an angle 2π/n? എത്രയാ സം? 0. റെഡി? അപ്പൊ നമ്മളോട് ഒരാൾ ചോദിക്കുകയാണ്, n വെക്ടേഴ്സ് സമ്മ്, n വെക്ടേഴ്സ് ഓഫ് സെയിം മാഗ്നിറ്റ്യൂഡ്സിന്റെ സമ്മ് 0 ആണെങ്കിൽ വാട്ട് ഇസ് ദ ആംഗിൾ ബിറ്റ്വീൻ ദം? 2π. Got it. അപ്പൊ എഴുതി വെച്ചോളൂ. If n vectors of equal magnitude, if sum of n vectors of, if sum of n vectors of equal magnitude is 0, if sum of n vectors of equal magnitude is 0, if sum of n vectors of equal magnitude is 0, then angle between them is 2π/n. വിഷമമൊന്നുമില്ലല്ലോ അല്ലേ? ഞാനിങ്ങനെ ഞാൻ അത്യാവശ്യം നല്ല ഇൻഫർമേഷനാണ് പറഞ്ഞുകൊണ്ടിരിക്കണേ. Am I successful in explaining it? Ready? See, one thing, no one is perfect, right? ലോകത്ത് ആരും പെർഫെക്റ്റ് അല്ല. ഏതൊരാൾക്കും നല്ലതാവാൻ കഴിയും. എങ്ങനെയാണ് നല്ലതാവാൻ കഴിയുക? വെൻ ഹി ഹിയർ ദ ക്രിറ്റിക്സ്, വെൻ ഹി റിസോൾവ് ദ ഫെയിലിയേഴ്സ്. അങ്ങനെയാണ് ഒരാൾ നല്ലതാവുക. ഞാനൊരു ടീച്ചറാണ്, അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ ഇഷ്ടപ്പെട്ട കാര്യം എന്തായിരിക്കും? ബീങ് എ ഗുഡ് ടീച്ചർ. ആൻഡ് ഹു ക്യാൻ ഹെൽപ്പ് മീ ടു മേക്ക് ഇറ്റ്, ലൈക്ക് ഹു ക്യാൻ ഹെൽപ്പ് മീ ടു ബി എ ഗുഡ് ടീച്ചർ? Students. So there will be so many flaws from my side. There may be some good from my side. And I will be the perfect one only just before I die. അതാണ് എനിക്ക് എത്താൻ പറ്റുന്ന പെർഫെക്റ്റ്നെസ്. ഓരോ ദിവസവും നമുക്ക് ഓരോരുത്തരെ റെക്ടിഫൈ ചെയ്യാൻ പറ്റും. സോ ഐ വിൽ ബി സോ താങ്ക്ഫുൾ ടു യു ഇഫ് യു മീറ്റ് മീ പേഴ്സണലി ആൻഡ് ഹെൽപ്പ് മീ ടു ഗ്രോ മോർ. ലൈക്ക് ഒരു കുട്ടിക്ക് തോന്നുന്നു, സാറേ ഇന്നത്തെ ക്ലാസ് ഇന്നലത്തെ പോലെ അത്ര ശരിയായിട്ടില്ല, അല്ലെങ്കിൽ ഇന്നത്തെ ക്ലാസ്സിൽ സാർ ഇപ്പം പറഞ്ഞത് കുറച്ച് കൺഫ്യൂസിങ് ആയി. സോ ഐ ക്യാൻ റെക്ടിഫൈ മൈസെൽഫ്. അല്ലെങ്കിൽ സാറ് പറയുന്നതിന് കുറച്ച് സ്പീഡ് കൂടുന്നുണ്ട്, ഞങ്ങൾ അത്ര വേഗത്തിലായിട്ടില്ല, എന്നെയും കൂടെ കയറിയണം. So I'm a very straightforward person and very friendly with students. No hesitation. അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. അപ്പം ഇതാണ് ട്രയാങ്കുലാർ ലോ ഓഫ് എക്സ്ട്രഡീഷൻ എന്നും പറഞ്ഞിട്ട്, അല്ലെങ്കിൽ പോളിഗോണൽ ലോ ഓഫ് എക്സ്ട്രഡീഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിക്കുന്ന സാധനം. ഇതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ കണ്ടോളെ. ഇപ്പൊ നിങ്ങളോട് ഈ രണ്ട് വെക്ടേഴ്സിനെ ആഡ് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് യു ക്യാൻ റൈറ്റ് ദ തേർഡ് വെക്ടർ ഇൻ ദ റിവേഴ്സ് ഓർഡർ. പക്ഷെ പാരലൽ ഷിഫ്റ്റിംഗ് ഈസ് ഓൾസോ പോസിബിൾ. അപ്പൊ ഈ വെക്ടർ ബിയും ഈ വെക്ടർ എയും ആഡ് ചെയ്യാൻ പറഞ്ഞപ്പോൾ
ഒരാൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഇവനെ പാരലലി ഷിഫ്റ്റ് ചെയ്തു. റെഡി? എന്നിട്ട് ആള് പറയാണ് ഇത് വെച്ചിട്ട് നിങ്ങൾ ഒരു പാരലലോഗ്രാം കംപ്ലീറ്റ് ചെയ്യൂ. എന്നിട്ട് ഇത് ആരംഭിക്കുന്ന പോയിന്റിൽ നിന്ന്, ഇത് രണ്ട് വെക്ടേഴ്സും കൂടെ സ്റ്റാർട്ട് ചെയ്യുന്ന കോമൺ പോയിന്റിൽ നിന്ന് ഡയഗണൽ വരയ്ക്കൂ. അത് ഈ രണ്ട് വെക്ടേഴ്സിന്റെ സമ്മാണ്. എക്സാക്ട്ലി കറക്റ്റ് അയാൾ പറഞ്ഞ് ഇതായിരുന്നില്ലേ ശരിക്കും വെക്ടറിന്റെ സമ്മ്? ഇതും പാരലൽ. റെഡി? അപ്പൊ ഇപ്പറഞ്ഞോ അപ്പറഞ്ഞോ തമ്മിൽ ഒരു വ്യത്യാസമില്ല. ഉത്തരത്തിൽ പറഞ്ഞ രീതിയിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. ഇവിടെ നേരത്തെ they were two adjacent sides of a triangle. Now it is two adjacent sides of a parallelogram. അത്ര വ്യത്യാസമേ ഉള്ളൂ. ഒരു മെച്ചം എന്താന്ന് വെച്ചാൽ ആംഗിൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ കുറച്ചും കൂടെ എളുപ്പമുണ്ട്. ഇത് കോ ഇനീഷ്യൽ വെക്ടറാണ്. ഒരു പോയിന്റിൽ നിന്ന് ആരംഭിക്കുന്നു എന്നുള്ള ഒരു നീറ്റ്നെസ് അതിനുണ്ട്. അത്രേ ഉള്ളൂ. നത്തിങ് ന്യൂ. പുതിയൊരു ഐഡിയ ഒന്നും അതിനകത്തില്ല. ഇതൊരു കുറച്ച് നീറ്റായിട്ട് നമുക്ക് അവതരിപ്പിക്കാൻ പറ്റും. പുതിയ ഒരു കാര്യമല്ല, കുറച്ചും കൂടെ നീറ്റായിട്ട് നമുക്ക് അവതരിപ്പിക്കാൻ പറ്റും. ഇതാണ് റിസൾട്ടന്റ് വെക്ടർ എ പ്ലസ് ബി സി. ഇവിടെയാണ് നേരെ നമ്മൾ പറഞ്ഞ അതേ ഇക്വേഷൻ വീണ്ടും യൂസ് ചെയ്യുന്നത്. സി ഈക്വൽ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab cos θ. ഈ റിസൾട്ടന്റിന്റെ മാഗ്നിറ്റ്യൂഡ്. പക്ഷെ വെക്ടറിന്റെ സമ്മിന്റെ റിസൾട്ട് പറയുമ്പോൾ വെറും മാഗ്നിറ്റ്യൂഡ് മാത്രം പറഞ്ഞാൽ പോരാ. ഡെഫിനറ്റ്ലി എന്തും കൂടെ പറയണം, ഡയറക്ഷൻ പറയണം. മസ്റ്റായിട്ടും പറയണം ഡയറക്ഷൻ പറഞ്ഞേ പറ്റൂ. അപ്പൊ ഡയറക്ഷൻ പറയാൻ ഏറ്റവും നല്ല മാർഗമാണ് എന്ത്? ഹൊറിസോണ്ടലിൽ നിന്നുള്ള ആംഗിൾ പറയാം. എന്ന് വെച്ചാൽ എവിടെ നിന്നുള്ള ആംഗിൾ പറയുക? എയിൽ നിന്നുള്ള ആംഗിൾ പറയാം. എയിൽ നിന്നുള്ള ആംഗിൾ പറയുക എന്നുള്ള പറയുന്നതിനേക്കാളും നല്ലത് ഹൊറിസോണ്ടലിൽ നിന്നുള്ള ആംഗിൾ പറയാം. അല്ലെങ്കിൽ എയിൽ നിന്നുള്ള. ഇവിടെ ഇപ്പൊ ചിത്രം ഓർക്കുകയാണെങ്കിൽ എയിൽ നിന്നുള്ള എന്ന് പറഞ്ഞാൽ മതി. ആംഗിൾ പറയാൻ നമ്മൾ എടുക്കുന്നതാണ് എന്ത്? പൈത്തഗോറിയൻ ട്രയാങ്കിൾ. ഗോട്ട് ഇറ്റ്? വളരെ സിമ്പിൾ ആണ്. ഇത് ബി ആവുമ്പോൾ പാരലൽ ആയിട്ടുള്ള ഈ വെക്ടർ എന്ത് തന്നെ? ബി തന്നെ. ഈ ആംഗിൾ തീറ്റ ആവുമ്പോൾ ഇതും എന്ത് തന്നെ? തീറ്റ തന്നെ. ഈ തീറ്റന്റെ ഓപ്പോസിറ്റ് സൈഡാ ഈ സൈഡ്. അപ്പോ ബി സൈൻ തീറ്റ. ഈ സൈഡ് ബി കോസ് തീറ്റ. സംശയമുണ്ടോ? റെഡി? ആംഗിൾ പറയാൻ എപ്പോഴും നമ്മൾ എന്താ എടുക്കുക? ടാൻജന്റ് എടുക്കുക. സോ വി ആർ ടേക്കിംഗ് വാട്ട്? ടാൻ ആൽഫ. വാട്ട് ഈസ് ടാൻ ആൽഫ? ഓപ്പോസിറ്റ് സൈഡ് ബൈ adjacent side. Tan alpha will be b sin theta by a plus b cos theta. So alpha will be equal to tan inverse b sin theta by അപ്പൊ ഈ കിട്ടിയ ആംഗിൾ, ഈ ആംഗിൾ മനസ്സിലാക്കണം. ദിസ് ആംഗിൾ ഈസ് ആംഗിൾ വിത്ത് റെസ്പെക്ട് ടു എ, ഹൊറിസോണ്ടൽ. ഈ ഇക്വേഷൻ പഠിക്കുമ്പോഴും നേരെ മറിച്ച് ഈ സാധനത്തിന്റെ പേര് തിരിച്ചിട്ടിട്ടുണ്ടെങ്കിൽ തിരിയും. ഇത് ബി ആയിരുന്നെങ്കിൽ എ സൈൻ തീറ്റ ബൈ ബി പ്ലസ് എ കോസ് തീറ്റ എന്ന് തന്നെ മനസ്സിലാവണുണ്ടാ. അപ്പൊ ഈ ചിത്രത്തിൽ ഹൊറിസോണ്ടൽ ആണ് എ എന്നുള്ളത് ഓർക്കണം. ഇതില് ഓക്കെ, ഇതിൽ നമ്മൾ നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. രണ്ട് വെക്ടേഴ്സിന്റെ റിസൾട്ടന്റുകൾ ഈക്വൽ മാഗ്നിറ്റ്യൂഡ് ആവുമ്പോൾ എഫ് ആൻഡ് എഫ് സെയിം ഡയറക്ഷൻ, എന്താ റിസൾട്ടന്റ്? 2f. റിസൾട്ടന്റ് 2f. പിന്നെ ഉള്ള ഒരു സാധനമാണ് എഫും 60 ഡിഗ്രി. എന്താ റിസൾട്ടന്റ്? എന്താ? റൂട്ട് ഓഫ് പറഞ്ഞോ, എഫ് സ്ക്വയർ പ്ലസ് എഫ് സ്ക്വയർ പ്ലസ് 2f into എഫ് സ്ക്വയർ
cos 60 എത്രയാ? പറയേ. 1/2. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ √3f². എത്രയാ? അപ്പോൾ ഇതും ഇവിടെ മനസ്സിൽ ബൈ ഹാർട്ടായിട്ട് ഉണ്ടാവണം. ഏത്? രണ്ട് വെക്ടേഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ് പറയും സെയിം ആവുകയും ഒരു തമ്മിലുള്ള ആംഗിൾ 60 ഡിഗ്രി ആവുകയും ചെയ്താൽ √3f ആണ് റിസൾട്ടന്റ്. Now, ഇതൊന്ന് പറഞ്ഞപ്പോൾ ഇത് എഫ്, ഇത് എഫ്, ആംഗിൾ എത്രയാ? 90 ഡിഗ്രി. ഇതല്ലേ റിസൾട്ടന്റ്? എത്രയാ റിസൾട്ടന്റിന്റെ വാല്യൂ വരിക? √ പറഞ്ഞേ f² പ്ലസ് f² പ്ലസ് 2 ഇൻറ്റു AB f ഇൻറ്റു എഫ് cos 90. പറയേ 0. cos 90 0. അപ്പോൾ ഈ ടേം 0 ആയി. ഇറ്റ് വിൽ ബി √2f എന്ന് വരും. Am I right? Right. ഇനി ഒരു കാര്യം സിമ്പിളാണ്. ഈക്വൽ വെക്ടേഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ് ആണെങ്കിൽ റിസൾട്ടന്റ് ഇരിക്കുന്നത് പാതി ആംഗിളിലായിരിക്കും. എഫും തമ്മിൽ 60 ഡിഗ്രി ആണെങ്കിൽ റിസൾട്ടന്റ് പറയും 30 ആയിരിക്കും. നിങ്ങൾ ഇട്ട് നോക്കിയാൽ മതി, വളരെ സിമ്പിൾ ആയിട്ട് കിട്ടുമത്. എഫും പറയും എത്രയാണെങ്കിൽ 90 ഡിഗ്രി ആണെങ്കിൽ ഇട കിടക്കുന്നത് 45 ഡിഗ്രിയിലേക്ക്. റെഡി? ചെയ്ത് നോക്കണോ? നോക്കിക്കോ. tan alpha equal to b sin theta means sin 60 divided by a plus b cos 60. സംശയമില്ലല്ലോ? സംശയമുണ്ടോ? അപ്പോൾ tan alpha equal to b sin 60 is √3/2 divided by a f plus b cos 60 f/2. So √3/2f divided by 3/2f. So f cancels, 1/2 1/2 cancels. √3 divided by 3 will be 1/√3. So alpha is tan inverse what? 1/√3 is what? 30 degree. Got it. ഇത് ചെയ്തു നോക്കേണ്ട കാര്യമൊന്നുമില്ല. എപ്പോഴും അതെ, രണ്ട് വെക്ടേഴ്സിന്റെ മോഡുലസ് സെയിം ആണെങ്കിൽ റിസൾട്ടന്റ് ഇരിക്കുന്നത് പറയും ബൈസെക്ടറൽ ആയിരിക്കും. മോഡുലസ് സെയിം ആണെങ്കിൽ റിസൾട്ടന്റ് ഇരിക്കുന്നത് ബൈസെക്ടറൽ ആയിരിക്കും. Now, ഒരു എഫും തമ്മിലുള്ള ആംഗിൾ 120 ഡിഗ്രി ആണെങ്കിൽ ആലോചിച്ചാൽ മനസ്സിലാവുന്നേ ഉള്ളൂ. ഇതായിരിക്കും റിസൾട്ടന്റ്. റെഡി? പറഞ്ഞോ, എങ്ങനെ ഉണ്ടാവും? √പറയ് f² plus 2f². What is cos 120? Cos 120 is minus 120. No, minus 1/2. Minus cos 60.
അറിയില്ല. cos 180 മൈനസ് തീറ്റ ആയിക്കോട്ടെ മൈനസ് കോസ് തീറ്റ. അറിയില്ലെങ്കിൽ അറിയില്ല പറയും. അറിയാം, ശരി. അപ്പോൾ 2 വെട്ടി എഫ് സ്ക്വയർ പ്ലസ് എഫ് സ്ക്വയർ മൈനസ് എഫ് സ്ക്വയർ, ദാറ്റ് വിൽ ബി റൂട്ട് എഫ് സ്ക്വയർ ഈക്വൽ ടു വാട്ട്? എഫ്. ഇത് ഭയങ്കര പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ. എന്താ വെച്ചാൽ രണ്ട് വെക്ടേഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ് ഈക്വൽ ആവുകയും ഒരു തമ്മിലുള്ള ആംഗിൾ പറയും 120 ആവുകയും ചെയ്താൽ ആ സമ്മിന്റെ മാഗ്നിറ്റ്യൂഡ് വൺ ഓഫ് ദം ആണ്. മാഗ്നിറ്റ്യൂഡ് ഓഫ് സം ഓഫ് ടു വെക്ടേഴ്സ് ഓഫ് ഈക്വൽ മാഗ്നിറ്റ്യൂഡ് equal to one of them when the angle between them is 120 degree. Okay ആണോ? നിങ്ങളോട് ഇന്ന് എത്ര മണി വരെ ക്ലാസ് പറഞ്ഞു? 1:30. ഓക്കെ. അടുത്തത് വളരെ സിമ്പിൾ ആണ്. രണ്ട് വെക്ടേഴ്സ് 180 ഡിഗ്രിയിലാണെങ്കിൽ റിസൾട്ടന്റ് ഈക്വൽ ടു വാട്ട്? 0. റിസൾട്ടന്റ് എങ്ങനെ കിട്ടുക? റൂട്ട് ഓഫ് എഫ് സ്ക്വയർ പ്ലസ് 2f square cos 180. Cos 180 is minus 1. That is 2f square minus 2f square equal to 0. അപ്പോൾ ഈ പറഞ്ഞ സ്റ്റാൻഡേർഡ് ആംഗിൾസിന്റെ റിസൾട്ടന്റിന്റെ വാല്യൂ നമ്മൾ അറിഞ്ഞിരിക്കണം. 60 ആണെങ്കിൽ √3 ടൈംസ്, 90 ആണെങ്കിൽ പറയും √2 ടൈംസ്, 120 ആണെങ്കിൽ വൺ ഓഫ് ദം. എപ്പോഴും എൻട്രൻസ് പരീക്ഷയിൽ വരുന്നത് ഇങ്ങനത്തെ സ്റ്റാൻഡേർഡ് വാല്യൂസ് വെച്ചിട്ടാണ്. കാര്യം കാൽക്കുലേഷൻ എളുപ്പാക്കാൻ വേണ്ടി എപ്പോഴും അങ്ങനെയാണ് ചോദിക്കാറുള്ളത്. See, subtraction of vectors. സബ്ട്രാക്ഷൻ എന്ന് പറയുന്ന സാധനത്തിന് മുമ്പേ നമ്മൾ എങ്ങനെ പോകുന്നു നമ്മുടെ ക്ലാസ്? നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ കിട്ടുന്നു അതോ അറിയുന്ന കാര്യങ്ങൾ പറഞ്ഞ സമയം പോകുന്നു? എങ്ങനെയാ? വി നീഡ് ദിസ് all of you. ശരി. അല്ല, മുന്നോട്ട് പോകുന്നതിനനുസരിച്ചാണ് ഇങ്ങനെ കൂടി വരും. ബേസിക്കലി എവറിഥിങ് സ്റ്റാർട്ട് ഫ്രം ദ ബേസിക്സ്. അതിനെതിരെ മുഖം തിരിച്ചിട്ട് കാര്യമില്ല. അതറിയാതെ ഒന്നും അറിഞ്ഞിട്ടും കാര്യമില്ല. ഇതൊരു വെക്ടർ ആണെങ്കിൽ നമ്മൾ പറയും ഇതെന്താണ് പറയും? നെഗറ്റീവ് വെക്ടർ ആണെന്ന് പറയും. റെഡി? ഒരു വെക്ടറിന്റെ സെയിം മാഗ്നിറ്റ്യൂഡ് ബട്ട് ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അതാണ് നെഗറ്റീവ് വെക്ടർ ഓഫ് എ ഗിവൺ വെക്ടർ. അപ്പം ഒരു വെക്ടറിൽ നിന്ന് മറ്റൊരു വെക്ടർ സബ്ട്രാക്ട് ചെയ്യുക എന്ന് പറയുന്ന പ്രോസസ്സ് മാത്തമാറ്റിക്സിൽ ശരിക്കും സബ്ട്രാക്ഷനും ഡിവിഷനും ഇല്ല എന്നാ പറയാ. ഫണ്ടമെന്റൽ ആയിട്ടുള്ള രണ്ട് ഓപ്പറേഷനേ ഉള്ളൂ, അഡീഷനും ശരിക്കും അഡീഷനേ ഉള്ളൂ. അഡീഷന്റെ റിപ്പീറ്റേഷൻ ആണെന്ത്? മൾട്ടിപ്ലിക്കേഷൻ. ഒറ്റ പ്രോസസ്സേ ഉള്ളൂ ശരി കണക്കിൽ. അഡീഷൻ എല്ലാം അതിൻ്റെ പല സ്കെയിൽസ് ആണ്. ഈവൻ നിങ്ങൾ ലോഗരിതം എടുക്കുന്നു, ഇന്റഗ്രേഷൻ എടുക്കുന്നു,
എല്ലാം അഡീഷൻ എന്ന് പറഞ്ഞൊരു സാധനം മാത്രമേ ഉള്ളൂ ലോകത്ത്. ബാക്കിയെല്ലാം അതിനെ പഠിക്കാൻ വേണ്ടി നമ്മൾ ഉണ്ടാക്കിയെടുത്ത സിമ്പിൾ വെറൈറ്റീസ് ഓഫ് അല്ലെങ്കിൽ അതിൻ്റെ ഡിഫറെൻറ്റ് കൈൻഡ്സ് മാത്രമാണ്. വെക്ടർ എ മൈനസ് വെക്ടർ ബി എന്ന് പറഞ്ഞൊരു പ്രോസസ്സ് ഇല്ലാത്ത വെക്ടറിനോട് പറയും മൈനസ് ബി ആഡ് ചെയ്താൽ മതി എന്ന് വെച്ചാൽ ഒരു വെക്ടറിൽ നിന്ന് വേറൊരു വെക്ടർ സബ്ട്രാക്ട് ചെയ്യുന്നില്ല. ഒരു വെക്ടറിനോട് മറ്റൊരു വെക്ടറിന്റെ നെഗറ്റീവ് വെക്ടറിനെ ആഡ് ചെയ്യുന്ന മാത്രമേ ഉള്ളൂ. നെഗറ്റീവ് വെക്ടറിനെ ആഡ് ചെയ്യുന്നേ ഉള്ളൂ എന്നാണ്. അപ്പൊ അത് പഠിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു പരിപാടി പറഞ്ഞാൽ ഇതാണ് വെക്ടർ എ, ഇതാണ് വെക്ടർ ബി. ഇതിൽ നിന്ന് ഇത് സബ്ട്രാക്ട് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? നെഗറ്റീവ് ബി വരയ്ക്കുക, എന്നിട്ട് രണ്ടും കൂടെ പറയും ആഡ് ചെയ്യുക. ഇതല്ലേ കിട്ടുക? ഇതല്ലേ കിട്ടുക? അപ്പൊ ഇതാണ് സത്യത്തിൽ ഈ ആംഗിൾ തീറ്റ ആയിരുന്നെങ്കിൽ ഇതെന്താണ്? 180 മൈനസ് തീറ്റ. ഇതാണ് വെക്ടർ എ മൈനസ് വാട്ട്? വെക്ടർ ബി. എനി ഡൗട്ട്? വെക്ടർ എയിൽ നിന്ന് വെക്ടർ ബി കുറക്കാൻ ചോദിച്ചാൽ നെഗറ്റീവ് വെക്ടർ എടുത്തിട്ട് ആഡ് ചെയ്യാം. അപ്പോ ഇത് നെഗറ്റീവ് വെക്ടർ ബി ആണ്. നൗ യു ആർ ആഡിങ് ഇറ്റ്. സോ വാട്ട് ഈസ് സി? സി വിൽ ബി ഈക്വൽ ടു റൂട്ട് ഓഫ് പറയ് മോഡുലസ് ഓഫ് എ സ്ക്വയർ പ്ലസ് മോഡുലസ് ഓഫ് ബി സ്ക്വയർ പ്ലസ് 2 into modulus of a modulus of b cos of angle between a and b. Any doubt? Any doubt? No. A square plus b square plus 2ab cos 180 minus theta. So that will be equal to root of pray a square plus b square minus 2ab cos theta. Minus 2ab cos theta. ഇതാണ് രണ്ട് വെക്ടേഴ്സിന്റെ ഡിഫറൻസിന്റെ മാഗ്നിറ്റ്യൂഡ്. ഇനി ശരിക്ക് ഇങ്ങനെ പറഞ്ഞാൽ കുറച്ചും കൂടെ രസകരമായിട്ട് ഇതിനെ പറഞ്ഞാൽ ഇത് എയും ബിയും ആണെങ്കിൽ ഇതിൻ്റെ ഉണ്ടാക്കിയ പാരലലോഗ്രത്തിന്റെ കോമൺ പോയിന്റിൽ നിന്ന് തുടങ്ങുന്ന ഡയഗണലാണ് എ പ്ലസ് ബി. അല്ലേ? ഇനി എന്ത് ചെയ്യുക? പറയ് നെഗറ്റീവ് വെക്ടർ എടുത്തിട്ട് പാരലോഗ്രാം കംപ്ലീറ്റ് ചെയ്തിട്ട് മറ്റേ ഡയഗണൽ വരച്ചാൽ എന്ത് കിട്ടും? അത് തന്നെയല്ലേ ഈ ഡയഗണൽ. Means the diagonal starting from the common point gives what? Sum of two vectors, while the other diagonal gives what? Difference of two vectors. Diagonal starting from the common point gives sum of vectors, while the other diagonal gives difference of vectors. ഇതിലും ഈ പറഞ്ഞ പോലെ f and f, വെക്ടർ എ മൈനസ് വെക്ടർ ബി, മാഗ്നിറ്റ്യൂഡ് എന്താ പറയേ? 0. എഫും എഫും തമ്മിൽ 60 ഡിഗ്രി. റെഡി? ഒരു എഫ് എഫും തമ്മിൽ 60 ഡിഗ്രി ആണെങ്കിൽ ഒരു ഡിഫറൻസ് ഇതല്ലേ ഡിഫറൻസ്? ആണോ അല്ലേ? മനസ്സിലാവില്ലേ അവരനെ? എത്രയായിരിക്കും? റൂട്ട് ഓഫ് പറയ് എഫ് സ്ക്വയർ പ്ലസ് എഫ് സ്ക്വയർ മൈനസ് 2f square what? Cos 60. Cos 60 is 1/2. So 2f square minus 2f square into 1/2. So it is 2f square minus f square. Yeah. Any doubt? Any doubt? അപ്പൊ എന്താ ഇതിന്റെ അർത്ഥം? രണ്ട് വെക്ടേഴ്സിന്റെ പറയും മാഗ്നിറ്റ്യൂഡ് ഈക്വൽ ആവുകയും ഒരു തമ്മിലുള്ള ആംഗിൾ 60 ഡിഗ്രി ആവുകയും ചെയ്താൽ ഡിഫറൻസിന്റെ മാഗ്നിറ്റ്യൂഡും സെയിം ആണ്. മറ്റിടത്ത് 120 പറഞ്ഞ പോലെ
ഓക്കെ, മനസ്സിലായില്ല മോൾക്ക്? ഓക്കെ, വേറെ ആരാ ഒന്നും കൂടെ പറയണം എന്നുള്ളൊരു എനിവൺ വാണ്ട് ടു റിപ്പീറ്റ് ഇറ്റ്? നോ. Now suppose it's 90 degree. Tell me. There are two vectors f and f. ഇതാണ് ഡിഫറൻസ്, വെക്ടർ എ മൈനസ് വെക്ടർ ബി. ഇതാണ് കിട്ടുക. ഇതല്ലേ ഡിഫറൻസ് കിട്ടുക? the other diagonal. The other diagonal. അത് √2f അല്ലേ വരിക? നോക്കിക്കോളൂ നിങ്ങൾ. അല്ലെങ്കിൽ √(f²) പ്ലസ് f² മൈനസ് 2f² cos 90. Cos 90 is 0. So that is √2f² equal to what? √2f. അപ്പം ഇവിടെ ഒരു ഇൻഫർമേഷൻ ഉണ്ട്. എ പ്ലസ് ബിയുടെ മാഗ്നിറ്റ്യൂഡും പറയും എ മൈനസ് ബിയുടെ മാഗ്നിറ്റ്യൂഡും സെയിം ആവും. എപ്പോ? when angle is 90 degree. മാഗ്നിറ്റ്യൂഡ് മാത്രം. പക്ഷേ വെക്ടർ എ പ്ലസ് ബിയും വെക്ടർ എ മൈനസ് ബിയും ഒരിക്കലും എന്താകില്ല? പറയേ, സെയിം ആവൂല. പ്രൊവൈഡഡ് ബി ഈസ് നോട്ട് 0. ബി 0 അല്ലെങ്കിൽ, ബി 0 ആണെങ്കിൽ എ പ്ലസ് ബി എ മൈനസ് ബി എന്താവും? ഈക്വൽ ആവും. ഗോഡ്, അതാണ് സീറോ വെക്ടറിന്റെ ഡെഫിനിഷൻ. എപ്പോഴാണോ എ പ്ലസ് ബി ഈക്വൽ ടു എ മൈനസ് ബി ആകുന്നത്, അപ്പോൾ ബിന്റെ പേരാണെന്ത്? 0. അല്ലാത്തപ്പോൾ ഒരിക്കലും വെക്ടർ എ പ്ലസ് ബിയും പറയും വെക്ടർ എ മൈനസ് ബി എന്താവൂല? പറയേ, ഈക്വൽ ആവൂല. മോഡുലസ് ഈക്വൽ ആകാം when the angle is 90. മോഡുലസ് ഈക്വൽ ആകാം, but they are never equal. ഡയറക്ഷൻ ഡിഫറെന്റ് ആയിരിക്കും. മോഡുലസ് ഈക്വൽ ആകാം, but the vectors are never equal.
പ്രകൃതി എന്താണ് പറയുന്നത് എന്ന് നമുക്ക് കണ്ടുപിടിക്കാനുള്ള ലാംഗ്വേജ് മാത്രമാണ് എന്ത്. നമ്മൾ എന്തെങ്കിലും പുതിയ കണ്ടുപിടിക്കാൻ പോവല്ല, നമ്മളിവിടെ എക്സിസ്റ്റ് ചെയ്യുന്ന സാധനത്തിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുകയാണ്. സോ ഓൾ ദീസ് ലോസ് ആർ ആക്ച്വലി ദ ലെറ്റേഴ്സ് ഓഫ് ഇറ്റ്. ഇപ്പം നിങ്ങൾ ചെയ്യുന്ന എന്താ അറിയോ, ഇപ്പം ഞാനിപ്പോൾ പൊതുവെ കുട്ടികളോട് നമ്മൾ പറയുമ്പം പറയും, 11ാം ക്ലാസ്സിലും 12ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന ഒരു കുട്ടി സത്യത്തിൽ നഴ്സറിയിലെ കുട്ടി ABCD പഠിക്കുമ്പോൾ നഴ്സറിയിലെ കുട്ടിക്ക് ABCD പഠിക്കുമ്പോൾ അറിഞ്ഞൂടെ എന്തിനാ ABCD എന്ന് എഴുതുന്നത്. പക്ഷെ ആ കുട്ടി 7ാം ക്ലാസ്സിൽ 8ാം ക്ലാസ്സിൽ എത്തുമ്പോൾ കവിത എഴുതുമ്പോഴാണ് ഞാൻ ഈ പഠിച്ച ലെറ്റേഴ്സിൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാവും. ജസ്റ്റ് ലൈക്ക് ദാറ്റ് നമ്മളിവിടെ പറഞ്ഞ കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം, കൺസർവേഷൻ ഓഫ് ആങ്കുലാർ മൊമെൻറ്റം, കൺസർവേഷൻ ഓഫ് എനർജി, ലോ ഓഫ് മാസ് ആക്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പല പല എന്ത് പഠിക്കുന്നു, ഓൾ ദോസ് ആർ ലെറ്റേഴ്സ്. ഇത് വെച്ച് നമ്മൾ പിന്നീട് കവിത ഉണ്ടാക്കും. അത് ഡിഗ്രിയിലും അല്ല, വെൻ യു മൂവ് ടു PhD PDF അവിടെ നിങ്ങൾ കവിതകൾ ഉണ്ടാക്കും. സോ ദീസ് ആർ ഓൺലി സിമ്പിൾ ലെറ്റേഴ്സ്. അപ്പോൾ ഇതൊന്നും പുതിയതായിട്ട് എന്തെങ്കിലും ഒന്നും നമ്മൾ കണ്ടുപിടിക്കുന്ന സാധനമല്ല, ഇത് ഓൾറെഡി എക്സിസ്റ്റ് ഇൻ യൂണിവേഴ്സ്. നമ്മളതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുകയാണ് ത്രൂ ദിസ് ലെറ്റേഴ്സ് ഓഫ് ഫിസിക്സ്. ആ ലെറ്റേഴ്സ് ആണെന്ത്, ഡിഫറെൻറ്റ് ലോസ്, തിയറംസ്, പ്രിൻസിപ്പിൾസ്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രിൻസിപ്പിൾസിലൂടെ നേച്ചറിൽ എക്സിസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഓക്കെ, നെക്സ്റ്റ് ഈസ് അബൌട്ട് റെസൊല്യൂഷൻ ഓഫ് വെക്ടേഴ്സ്. റെസൊല്യൂഷൻ ഓഫ് വെക്ടേഴ്സ് എന്താ റെസൊല്യൂഷൻ? ഇപ്പോൾ തൊട്ട് മുമ്പ് നമ്മൾ എന്താ മനസ്സിലാക്കി, എത്ര വെക്ടേഴ്സിന് ആഡ് ചെയ്യാൻ പറ്റും? n നമ്പേഴ്സ്. അപ്പോൾ വേറൊരു പ്രശ്നമുണ്ടേ, നമ്മളിപ്പോൾ ആഡ് ചെയ്യുമ്പോഴൊക്കെ ഇൻ ഓർഡർ എന്ന് പറഞ്ഞില്ലേ, ഈ ഓർഡറിലോനേ ആഡ് ചെയ്യാൻ പാടുള്ളൂ. പറഞ്ഞു തരണം, n-1 ഓർഡറിലാണെങ്കിൽ nth എണ്ണം റിവേഴ്സ് ഓർഡറിലാണ് സമ്മ്, അല്ലെങ്കിൽ n എണ്ണം ഓർഡറിലാണെങ്കിൽ സമ്മ് 0, ഇങ്ങനെയൊക്കെയല്ലേ പറഞ്ഞ്. ഈ ഓർഡറൊന്നും അല്ലാത്ത ആളാണെങ്കിലോ, ചെതറിക്കിടക്കുന്ന വെക്ടർ ആണെങ്കിലോ, ഏത് ചെതറിക്കിടക്കണവനെയും നമുക്ക് എന്താക്കാൻ പറ്റും, ഓർഡറിലാക്കാൻ പറ്റും. എന്ത് ചെയ്താൽ മതി, പാരലലി ഷിഫ്റ്റ് ചെയ്താൽ മതി. ഇപ്പം ഇവിടെ ഒരു വെക്ടർ, ഏതൊരാളെയും നമുക്ക് ഇതുപോലെ ക്രോസ് സ്ട്രക്ചർ ഉണ്ടാക്കാൻ പറ്റും. നിങ്ങൾ നോക്കിയ ഇവിടെ ഉള്ള ഒരാൾ, ഇവനെയും ആഡ് ചെയ്യണം. ഇവനെ ഇങ്ങനെ കൊണ്ടുവന്നാൽ മാറിയില്ലല്ലോ, മാറിയോ? അതവിടെ ഇങ്ങനെ ഇവിടെ കൊണ്ടുവന്നു, ഇവൻ മാറിയില്ലല്ലോ. മാഗ്നിറ്റ്യൂഡ് മാറിയോ? പറയ്. ഡയറക്ഷൻ മാറിയോ? ഇല്ല. ഇങ്ങനെ ഇവിടെ പാരലി കൊണ്ടുവന്നു, മാഗ്നിറ്റ്യൂഡ് മാറിയോ? ഇല്ല. ഡയറക്ഷൻ മാറിയോ? ഇല്ല. വേറെ എന്താ, ഇവനെ കൂട്ടണം, ഇങ്ങനെ പാരലി ഷിഫ്റ്റ്. വേറെ ഇവിടെ കിടക്കുന്നുണ്ട്, ഇവനെ കൂട്ടണം. റെഡി? അല്ലെങ്കിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട്, ഇവനെ കൂട്ടണം, ഇവനെ ഇങ്ങനെ ഇവിടെ ഷിഫ്റ്റ് ചെയ്യും. ഇവന് പാരലായിട്ട് ഇങ്ങനെ കൊണ്ടുവച്ചാൽ മതി. അപ്പോൾ ഏത് വെക്ടറിനെയും പാരലലി ഷിഫ്റ്റ് ചെയ്ത് നമുക്ക് എന്തുണ്ടാക്കാം, ഓർഡറിലുള്ള പോളിഗൺ ഉണ്ടാക്കാൻ പറ്റും. Got it? അല്ലെങ്കിൽ n-1 പറയും, n-1 ഓർഡറിലുള്ള പോളിഗണിൻ്റെ n-1 സൈഡ്സ് ഉണ്ടാക്കാൻ പറ്റും. സോ ദാറ്റ് ദ nth സൈഡ് യു ക്യാൻ ബി ദ സം ഓഫ് ഇറ്റ്. Is it okay? Is it okay? അപ്പം എത്ര വെക്ടേഴ്സിനെയും ആഡ് ചെയ്ത് ഒരു വെക്ടർ ആക്കാൻ പറ്റുമെങ്കിൽ തിരിച്ചും പറഞ്ഞൂടെ, ഒരു വെക്ടറിനെ പൊട്ടിച്ച് എത്ര കഷ്ണമാക്കാം? If n vectors can be added or n-1 vectors can be added to a single vector, നമുക്ക് എന്ത് പറയാൻ പറ്റും? One vector can be split to n-1 parts. And splitting a vector into its parts is known as what? Resolution. Splitting a vector into its parts is known as resolution. ആവശ്യമുള്ളത് വേണ്ടൊക്കെ എഴുതുന്നത്. Splitting a vector into its parts is known as resolution. Splitting a vector into its parts is known as resolution.
And the splitted parts are known as components. And the splitted parts are known as components. And the splitted parts are known as components. A vector can be resolved into infinite components in infinite ways. Infinite രീതിയിൽ പൊട്ടിക്കാൻ പറ്റും. Infinite കഷ്ണങ്ങളാക്കി. Say for example, ഇവനെ എനിക്ക് മുറിക്കണം. എനിക്ക് വേണമെങ്കിൽ ഇങ്ങനത്തെ രണ്ട് കഷ്ണങ്ങളാക്കി മുറിക്കാം. തെറ്റുണ്ടോ? ഇത് രണ്ടും കൂടെ കൂട്ടി അത് കിട്ടിയാൽ പോരെ? ഇങ്ങനത്തെ 1, 2, 3, 4 കഷ്ണങ്ങളാക്കി മുറിക്കാം. ഇതെല്ലാം കൂടെ കൂട്ടി അതിൽ കിട്ടുക. എന്താക്കിയാൽ മതി? അതിനെ nth സൈഡാക്കിയാൽ മതി. ആൻഡ് n-1 thin പറയും ഓർഡർ മേക്കിംഗ് അതർ സൈഡ്സ് ഓഫ് പോളിഗൺ. ഗഡി ദാദാ ഇതെല്ലാം കൂടെ കൂട്ടിയാൽ ഇത് കിട്ടും. ഇപ്പോൾ ഒരു വെക്ടറിനെ എത്ര കഷ്ണങ്ങളാക്കി മുറിക്കാം? ഇഷ്ടം പോലെ. ഏത് തരത്തിൽ? ഇഷ്ടമുള്ള രീതിയിൽ. അപ്പോൾ എ വെക്ടർ ക്യാൻ ബി റിസോൾവ്ഡ് ഇൻ ടു ഇൻഫൈനൈറ്റ് പാർട്സ് ഇൻ ഇൻഫൈനൈറ്റ് ways. And among them, one way is rectangular resolution. ആ കൂട്ടത്തിൽ ഒരു വഴിയാണെന്ത്? പറയ്. rectangular resolution. Among them, one way is rectangular resolution. എന്താ അതിൻ്റെ പ്രത്യേകത? The splitted parts will be perpendicular to each other. മുറിച്ച കഷ്ണങ്ങൾ എങ്ങനെ ഉണ്ടാവും? പെർപെൻഡിക്കുലർ ആയിരിക്കും. rectangular resolution, splitting the vectors in such a way that the splitted parts are perpendicular to each other. Rectangular resolution means splitting a vector into such a way that the splitted parts are perpendicular to each other. ഇതിൽ റെക്ടാങ്കുലാർ കമ്പോണൻറ്റ് രണ്ട് കഷ്ണാക്കി മുറിക്കുന്ന രീതിയാണ് നിങ്ങൾ നേരത്തെ കണ്ടിട്ടുണ്ടാവുക. സപ്പോസ് ദിസ് ഈസ് വെക്ടർ ആർ ആൻഡ് വി സ്പ്ലിറ്റ് ഇൻ ടു 2 കമ്പോണൻറ്റ്സ്. ആദ്യം നമ്മളൊരു ബേസ് വെക്ടർ ഡിഫൈൻ ചെയ്യും. ബേസ് വെക്ടർ ഈസ് ലൈക്ക് ദിസ്. റെഡി? റെഡി? പിന്നെ സമ്മ് വെക്ടർ എ പ്ലസ് വെക്ടർ ബി ആർ അല്ലേ? അല്ലേ? ഇങ്ങനെ ഒറ്റ രീതിയിൽ മുറിക്കാൻ പറ്റുള്ളൂ. ഇങ്ങനെ ഒറ്റ രീതിയിൽ മുറിക്കാൻ പറ്റുള്ളൂ. ഇപ്പം നിങ്ങൾക്ക് അങ്ങനെ അല്ലല്ലോ, ഇങ്ങനെയും മുറിച്ചൂടെ? അത് രണ്ടൊന്നും തന്നെയല്ലേ? അപ്പോൾ റെക്ടാങ്കുലർ റെസൊല്യൂഷനായി ഒരു വെക്ടറിനെ പറയും ഒരു രീതിയിൽ മാത്രമേ മുറിക്കാൻ പറ്റുള്ളൂ. എനി ഡൗട്ട്? എനി ഡൗട്ട്? അതർവൈസ് എങ്ങനെയും മുറിക്കാൻ പറ്റും. ഇതൊരു യുണീക്ക് മുറിയാണ്. ഇങ്ങനെയും മുറിക്കാം, ഇങ്ങനെയും മുറിക്കാം. പക്ഷെ അങ്ങനെ മുറിച്ചാൽ ഇങ്ങനെ മുറിച്ചാലും സംഭവം സെയിം തന്നെയാണ്. വെക്ടർ എ പ്ലസ് വെക്ടർ ബി. ഇതിൽ ഈ ആംഗിൾ തീറ്റ ആണെങ്കിൽ ദിസ് ഇസ് ഈക്വൽ ടു ആർ ആർ കോസ് തീറ്റ. ഇത് പറയും ആർ സൈൻ തീറ്റ. ആർ കോസ് തീറ്റ, ആർ സൈൻ തീറ്റ. Splitting vector into its perpendicular components.